ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ദൈവവചന പഠനത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ ഈ ശനിയാഴ്ചകളിലുള്ള എൻ്റെ ചില തിരക്കുകൾ കാരണമാണ് എനിക്ക് റെഗുലറായിട്ട് മീറ്റിങ്ങുകൾ എടുക്കാൻ പറ്റാത്തത്. ഞങ്ങളിവിടെ സിൻസിനാറ്റിയിലോട്ട് വന്നിട്ട്, USA വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമാകുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സത്യത്തിൽ ഇവിടുത്തെ ആ, ഒരു വ്യക്തിയെ പോലും പരിചയമില്ലായിരുന്നു. ഒരു ആളെ പോലും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് വന്നത്. പക്ഷെ ദൈവം വന്നതിന് ശേഷം പല ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ തന്നു. അതുപോലെ തന്നെ ദൈവവചനത്തിന്റെ വാതിലുകൾ ദൈവം പലയിടത്തും തുറക്കുകയും ചെയ്തു. ഞാനിപ്പം ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ ആ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരുന്നു ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ചിന്തിച്ചു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 4-5 ഡിഫറെന്റ് ഗ്രൂപ്പുകളുടെ ഇടയിൽ ദൈവവചനം സംസാരിക്കാനായിട്ട്, ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ അറബ്സിന്റെ ഇടയ്ക്ക്, മലയാളികളുടെ ഇടയ്ക്ക്, അതുപോലെ തന്നെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ദൈവവചനം സംസാരിക്കാനായിട്ട് ദൈവം പല അവസരങ്ങളും. അത് പലപ്പോഴും ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ്, 2 അവധിയുള്ള ദിവസങ്ങളിലാണ് ഇത് ഇപ്പോഴും ഉണ്ടാവുന്നത്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഓൺലൈൻ ബൈബിൾ സ്റ്റഡിക്ക് ഈ ഒരു അവിടുത്തെ ഒരു സമയത്തിന്റെ കൺവീനിയൻസ് അനുസരിച്ച് എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഇതുവരെയും ഇത് മുടങ്ങിയിരുന്നത്. തുടർന്ന് റെഗുലറായിട്ട് ഞാൻ ദൈവവചനം സമയം അനുവദിക്കുന്നത് പോലെ മുമ്പോട്ട് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് ദൈവസഭയുടെ ദൈവവചന പ്രകാരമുള്ള പണിയെ പറ്റിയാണ്. ഇത് ഞാൻ തുടർച്ചയായിട്ട് ഈ വിഷയത്തിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ചില സംശയങ്ങൾ, ചിലരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾ, ചിലത് വാലിഡേറ്റഡ് ആയിട്ടുള്ളതാണ്, ചിലത് അത്ര വാലിഡേറ്റഡ് അല്ല. എങ്കിലും അത് ഒന്ന് ഞാൻ ആൻസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം. അന്നേരം എൻ്റെ അടുത്ത്, ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ഒരു ദൈവവചനത്തിന്റെ ഒരു സീരീസ് ഞാൻ എടുത്തപ്പോൾ ഒരു ഓസ്ട്രേലിയയിലുള്ള, എനിക്കറിയാൻ വയ്യാത്തൊരു സഹോദരനാണ്. അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, സഹോദരൻ, ഈ ദൈവസഭയെ പറ്റി പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണോ നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദൈവസഭയാണോ നിങ്ങളുടെ എന്ന് എൻ്റെ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ഒരിക്കലുമല്ല. പക്ഷെ ഞാനിത് പഠിപ്പിക്കുന്നത് ആ രീതിയിലേക്ക് ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടും ദൈവം തന്നിരിക്കുന്ന ആ ഒരു ബോധ്യം കൊണ്ടുമാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്യുമ്പോൾ വളരെ സമയമെടുക്കും ദൈവവചന പ്രകാരമുള്ള ഒരു ദൈവസഭ ബിൽഡായി വരാനായിട്ട്. അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. എങ്കിലും നമ്മൾ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ദൈവത്തിന്റെ കൃപയോടുകൂടി സ്ട്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു പ്രോസസ്സാണ്. പക്ഷെ ഈ ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിലും നമ്മളായിരിക്കുന്ന സഭയിലുള്ള ദൈവസഭയെ നയിക്കുന്നവരുടെ ഉള്ളിൽ പ്രത്യേകിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ഇല്ലെങ്കിൽ ആദിമ സഭയുടെ അതേ രൂപത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. പല ഫാക്ടേഴ്സും അതിൽ ഇൻവോൾവ് ആണ്. അതൊരു പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ അല്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും ചോദിക്കുന്നവർക്ക് പറയാറുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ ഇടയ്ക്കായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യുമ്പോൾ, ഞാൻ പോകുന്ന സഭ എന്ന് പറയുന്നത് എൻ്റെ അതേ കൺവിക്ഷനുകളുള്ള അതേപോലെയുള്ള ഒരു സഭയിലാണോ ഞാൻ പോകുന്നത്? അല്ല, ഞാൻ അങ്ങനെ അല്ല പോകുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നതല്ല എന്നുള്ളൊരു ചോദ്യം. ഇതൊരു പേഴ്സണൽ ചോദ്യമാണ്. അത് സത്യത്തിൽ വലിയ ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. എങ്കിലും ഞാനത് ആൻസർ ചെയ്യാറുണ്ട്. അതുകൂടി ഞാനൊന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പോകുമ്പോൾ ഞാനോ ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ദൈവപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ചർച്ച, നമ്മുടെ കൺവിക്ഷൻ്റെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന, നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഒരു സഭ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഒരു ലീഡിങ്ങിൽ നമ്മൾ ഒരു ലോക്കൽ ചർച്ചയായിട്ട് നമ്മൾ സ്ഥാപിക്കുകയും ദൈവം നമ്മളുടെ അടുക്കലേക്ക് ആൾക്കാരെ കൂട്ടുവരുത്തുകയും ചെയ്യും. അത് വേറൊരു വിഷയമാണ്. പക്ഷെ നമ്മളൊരു സഭ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഡോക്ടറിനുകളെല്ലാം പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു സഭയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്തപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഹൃദയത്തോട് യോജിക്കുന്ന ഒരു സഭയിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ നമ്മളത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഞാനത് നോക്കുന്ന ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനെപ്പോഴും ഒരു സഭയിലെ വിശ്വാസികൾ, അവിടെ കൂടി വരുന്ന വിശ്വാസികൾ എത്രത്തോളം ആത്മീയരാണ്, എത്ര മാത്രം അവർ സ്പിരിച്വലായിട്ടൊരു ചർച്ചാണ് എന്നത് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ദൈവസഭയെ നയിക്കുന്ന വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയ നിയമ ദൈവസഭയെ പറ്റിയുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടോ, ആ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ സഭയെ യഥാർത്ഥ ഡയറക്ഷനിലേക്കാണോ നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു ചർച്ചാണെങ്കിൽ എനിക്ക് അവിടെ പോകാനായിട്ട് സന്തോഷമാണ്. കാരണം ആ ചർച്ച് ഇവഞ്ച്വലി ഒരു യഥാർത്ഥ രീതിയിലേക്ക്, ഒരു പുതിയ നിയമ ദൈവസഭയുടെ രീതിയിലേക്ക് ബിൽഡപ്പ് ആകും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ദൈവസഭയുടെ ലീഡേഴ്സിന്റെ, ദൈവസഭയെ നയിക്കുന്ന വ്യക്തികളുടെ ദൈവസഭയെ പറ്റിയുള്ള ബോധ്യം ഏറ്റവും പ്രധാനമാണ്. അവരുടെ ഡയറക്ഷൻ ഏറ്റവും പ്രധാനമാണ്. അതാണ് ഒരു സഭയെ മുമ്പോട്ട് നയിക്കുന്നത്. ആ സഭയിലുള്ള വിശ്വാസികൾ എത്ര സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ആ സഭയിലുള്ള വിശ്വാസികൾക്ക് എത്രമാത്രം ദൈവത്തിന് ബോധ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നല്ല സഹോദരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല മീറ്റിങ്ങുകളാണെന്ന് പറഞ്ഞാലും, അതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടന്റ് ആ ദൈവസഭയെ നയിക്കുന്നവർക്ക് ഒരു യഥാർത്ഥ ഡയറക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിന്റെ ഡ്രൈവർ, അത് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിക്ക് ആ പോകുന്ന ഡെസ്റ്റിനേഷനെ പറ്റി യഥാർത്ഥ ബോധ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ബസ്സിലേക്ക് കയറുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആളാണോ എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥമുള്ള വിഷയം. അല്ലാതെ ആ ബസ്സിലുള്ളവരുടെ എല്ലാവരുടെയും ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത്, അവരുടെ ബോധ്യമുണ്ടാകുന്നുള്ളത് ഒരു വിഷയമല്ല. ഈ രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അന്നേരം ഞാൻ ഈ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത്, മുമ്പോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് ദൈവസഭയെ നയിക്കുന്ന വ്യക്തികൾക്കാണ്. ഇത് കേൾക്കുന്ന വ്യക്തികൾ പലരും വിശ്വാസികളായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവർക്കൊരു ദൈവസഭയെ പറ്റിയുള്ള കാഴ്ചപ്പാട് കിട്ടുന്നത് നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദൈവസഭയുടെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവസഭയെ പറ്റിയുള്ള യഥാർത്ഥ ബോധ്യം ഉണ്ടാകുക എന്നുള്ളത്. അന്നേരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലും അവർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അവർക്കാണ് ഈ കാര്യങ്ങൾ പ്രയോജനകരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് അത് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത്. നമ്മൾ ദൈവസഭയുടെ എൽഡേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ അവരുടെ യോഗ്യതകൾ പഠിപ്പിക്കുന്ന പല അധ്യായങ്ങളുണ്ട്. എന്നാൽ സ്പെസിഫിക്കലി അത് പറയുന്ന 2 അധ്യായങ്ങൾ എന്ന് പറയുന്നത് 1 തിമോത്തിയോസും അതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനമാണ്. ഈ 2 ലേഖനങ്ങളിലാണ് പൗലോസ് ദൈവസഭയുടെ അധ്യക്ഷന്മാരുടെ, മൂപ്പന്മാരുടെ യോഗ്യതകൾ പറയുന്നത്. നമ്മളിത് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയുടെ, ദൈവസഭയെ നയിക്കുന്ന മൂപ്പന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന്റെ ക്വാളിറ്റി, 2 കുടുംബജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, 3 മാത്രമാണ് അദ്ദേഹത്തിന്റെ മിനിസ്ട്രീരിയൽ ക്വാളിറ്റിയെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഓർഡർ ഞാൻ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ഈ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ആ വ്യക്തിപരമായിട്ട് എങ്ങനെയായിരിക്കണം, ആ വ്യക്തിയുടെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, അതിനുശേഷം അദ്ദേഹത്തിന്റെ മിനിസ്ട്രീരിയൽ ക്വാളിറ്റി എന്തായിരിക്കണം. ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. 2 തിമോത്തിയോസിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. ഇറ്റ്സ് എ ട്രസ്റ്റ് വർത്തി സ്റ്റേറ്റ്മെന്റ് ഇഫ് എനി മാൻ aspires to be the office of the overseer, it's a fine work he desires to do. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് തെറ്റാണ്, ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ അത്യാഗ്രഹമാണ് എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. അത് ശരിക്കും കറക്റ്റ് അല്ല. ഒരു വ്യക്തിക്ക് ഒരു ദൈവസഭയിലെ ഒരു ആത്മീയ ശുശ്രൂഷ ആ വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകും. അതൊരു സെൽഫിഷ് അംബിഷൻ ആവാൻ പാടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാവാൻ പാടില്ല. അദ്ദേഹത്തിന് സഭയെ സെർവ് ചെയ്യാനായിട്ടുള്ള സ്പിരിച്വലായിട്ടൊരു ആഗ്രഹം ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. ആ ഉണ്ടാകുന്നത് നല്ല കാര്യമാണെന്നാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പന്നക്കാര്യമാണെന്നുള്ളതല്ല. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടായിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് ആഗ്രഹം ഉണ്ടാകുന്നതും അത് കാക്ഷിക്കുന്നതും നല്ല കാര്യമാണ്. അത് യഥാർത്ഥത്തിലുള്ളൊരു ദൈവസഭയാണെങ്കിൽ ആ ദൈവസഭയ്ക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും അദ്ദേഹത്തെ ആ ശുശ്രൂഷയിലേക്ക് ആക്കാനായിട്ടും കഴിയുകയും ചെയ്യും. എന്നിട്ട് ആദ്യം തന്നെ പൗലോസ് പറയാണ്, അതൊരു തെറ്റായ കാര്യമല്ല. ഒരു ആത്മീയ ശുശ്രൂഷ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭാരത്തോടുകൂടി ആഗ്രഹിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു അവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ നല്ല വേഗല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നിട്ട് ആ അധ്യക്ഷന്റെ പേഴ്സണൽ ക്വാളിറ്റീസ് പറയുകയാണ്. അവിടെ പറയാണ്, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി. എന്നിട്ട് ഫസ്റ്റ് കാര്യം പറയുമ്പോൾ ഹി ഷുഡ് ബി എബവ് റിപ്രോച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അപവാദത്തിന് ഇദ്ദേഹം നിരപവാദ്യനായിരിക്കും. എബവ് റിപ്രോച്ച് ആയിരിക്കണം, അപവാദത്തിന് മുകളിലായിരിക്കണം എന്നുള്ളതാണ്. അന്നേരം പ്രത്യേകിച്ച് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ ദുർനടപ്പിന്റെ ശ്രുതി പോലും ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു പേഴ്സണൽ ലൈഫിൽ ഇദ്ദേഹത്തെ പറ്റി അപവാദം ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം. അതിൽ അപവാദം പറയാതിരിക്കാൻ ആൾക്കാരുടെ വായൊന്നും മൂടാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പക്ഷെ ഒരു അപവാദം പറഞ്ഞാൽ പോലും അത് കേൾക്കുന്ന വ്യക്തികൾ വിശ്വസിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദുർനടപ്പുണ്ടാകരുതെന്നല്ല, ദുർനടപ്പിന്റെ ശ്രുതി പോലും ഉണ്ടാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തീത്തോസിന്റെ ലേഖനം വരുമ്പോഴേക്കും അതിലേക്കും പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അധ്യക്ഷൻ നിരവാദ്യനും ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ആയിരിക്കണം എന്ന് പറയണം. അന്നേരം ഇതെല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ വീണ്ടും പറയാണ്,
മദ്യപ്രിയനാകരുത്, തല്ലുകാരനാകരുത്, ശാന്തനും കലഹിക്കാത്തനും ദ്രവ്യാഗ്രഹമില്ലാത്തനും, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കും. അന്നേരം രണ്ടാമത് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ക്വാളിറ്റീസ് പറയുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ക്വാളിറ്റി പറയുന്നു. അവിടെ പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും. എന്നിട്ട് പറയാണ് പുതിയ ശിഷ്യനാകരുത്. ഇങ്ങനെ പല ക്വാളിറ്റീസും പറയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ അവിടെ ഒരു എന്ത് പറഞ്ഞിരിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് ആണ്. അങ്ങനെ കുടുംബജീവിതത്തിൽ ഒരു അധികാരമില്ലാത്ത ഒരു വ്യക്തി സഭയുടെ ലീഡർ ആവരുമെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ പല ക്വാളിറ്റീസ് പറയുമ്പോൾ ഈ തീത്തോസിൻ ലേഖനത്തിലും തിമോത്തിയോസിൻ ലേഖനത്തിലും രണ്ടിടത്തും മിനിസ്റ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഒരൊറ്റ കാര്യം പറയുന്നത്. അതവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഷുഡ് ബി ഏബിൾ ടു ടീച്ച് എന്നുള്ളതാണ് ഏറ്റവും ക്ലിയർ. ഹോസ്പിറ്റബിൾ, ഹി ഷുഡ് ബി ഏബിൾ ടു ടീച്ച്. എന്തുകൊണ്ടാണ് ഇനി തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ പറയാണ്, ഞാൻ മൂപ്പന്മാരുടെ അഥവാ അധ്യക്ഷന്മാരുടെ യോഗ്യതകൾ, തീത്തോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടയച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങൾ ക്രമത്തിലാക്കേണ്ടത് നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം പോലും തോറും മൂപ്പന്മാരെ ആക്കേണ്ടതിന് തന്നെ. അന്നേരം അപ്പോസ്തലന്മാര് സഭകൾ സ്ഥാപിക്കുമ്പോൾ ആ സഭ അപ്പോസ്തലന്മാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സഭകളായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. സഭകൾ സ്ഥാപിക്കുമ്പോൾ അവർ ആ സഭകളിൽ എൽഡേഴ്സിനെ, മൂപ്പന്മാരെയാണ് നിയമിച്ചത്. ആ മൂപ്പന്മാരുടെ ക്വാളിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള മൂപ്പന്മാർ ആ സഭയിൽ ഉയർന്നു വരുന്നവരെ അപ്പോസ്തലന്മാർ ആ സഭയിൽ ശുശ്രൂഷിക്കുകയും ആ സമയം കൊണ്ട് അങ്ങനെയുള്ള മൂപ്പന്മാരെ അവർ ബിൽഡ് ചെയ്യുകയും അവരെ സഭ ഏൽപ്പിച്ചതിന് ശേഷം അവരടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു യഥാർത്ഥ ദൈവസഭയെ ലീഡ് ചെയ്യുന്നത് എപ്പോഴും അപ്പോസ്തലന്മാരുടെ ഡയറക്റ്റ് ശുശ്രൂഷയിലല്ല, മൂപ്പന്മാരുടെ കീഴിലാണ്. അന്നേരം അവിടെയും പറയാണ് മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിന്. എന്നിട്ട് പറഞ്ഞാൽ മൂപ്പൻ കുറ്റമില്ലാത്തവനും, എഗെയിൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എ മാൻ ഷുഡ് ബി എബവ് റിപ്രോച്ച്, കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കും. അന്നേരം അടുത്ത കാര്യം പറയാണ്, ദുർനടപ്പിന്റെ ശ്രുതി ആ വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. അന്നേരം എന്താണ് പറയുന്നത്, ഇപ്പം ഒരു വ്യക്തിയെ പറ്റി ദുർനടപ്പിന്റെ ഒരു ശ്രുതി ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം ദുർനടപ്പിൽ വീണില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നാൻ പോലും പാടില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആ കാര്യത്തിൽ വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹപുരകാരിക്കാൻ അനന്യരായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്, ദുർലോഭമുഖിയും ആകരുത്, അതിഥിപ്രിയനും സൽഗുണപൂർണ്ണനും സുബോധശീലനും നീതിമാനും നിർമ്മലനും. വീണ്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ക്വാളിറ്റി പറയുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ക്വാളിറ്റി പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം, കുടുംബത്തെ നന്നായിട്ട് ഭരിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവൻ ജിതേന്ദ്രനും പഥ്യോപദേശത്താൽ ഉപദേശിപ്പാൻ വിരോധികൾക്ക് ബോധം വരുത്തുവാൻ ശക്തനാകേണ്ടതും ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഹോൾഡിംഗ് ഫാസ്റ്റ് ദ ഫെയ്ത്ത്ഫുൾ വേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടീച്ചിങ്, so that he will be able to both exhort in sound doctrine and to refute those who contradict. അന്നേരം ഇവിടെയും പറയുന്നത് എന്താണ്, ഒരു മൂപ്പന്റെ രണ്ടിടത്തും ഉള്ള മിനിസ്ട്രീരിയൽ ക്വാളിറ്റി പറയുമ്പോൾ പഥ്യോപദേശത്തിൽ ഉപദേശിപ്പാനും വിരോധികളെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നവരെ അവരെ യഥാർത്ഥത്തിൽ പഥ്യോപദേശത്തിൽ വിരോധികൾക്ക് ബോധം വരുത്താനായിട്ടും റെഫ്യൂട്ട് ചെയ്യാനായിട്ടും കഴിവുള്ളവനായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അന്നേരം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൈവസഭയിൽ എന്തുകൊണ്ടാണ് ഉപദേശത്തിന് ഇത്രയും പ്രാധാന്യം ഉള്ളത്? എന്തുകൊണ്ടാണ് പൗലോസ് ഈ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഈ കാര്യങ്ങൾ പറയുന്നത്? രണ്ടിടത്തും പറയുമ്പോൾ ആ മിനിസ്ട്രീരിയൽ ക്വാളിറ്റി പറയുമ്പോൾ ഉപദേശത്തിന്റെ കാര്യം പറഞ്ഞു. ഉപദേശിക്കാൻ ശക്തി, അദ്ദേഹം പ്രസംഗിക്കാൻ ശക്തനായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആൾക്കാരെ പരിപാലിക്കുക, ഇതെല്ലാം ആവശ്യമുള്ളതാണ്, മുമ്പോട്ട് പലയിടത്തും പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും വ്യക്തമായിട്ടൊരു മിനിസ്ട്രീരിയൽ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ഉപദേശിപ്പാൻ ശക്തനായിരിക്കണം എന്നാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവസഭയെ ഡയറക്റ്റ് ചെയ്യുന്നത്, ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നത്, ദൈവസഭയെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ചർച്ചയായിട്ട് ബിൽഡ് ചെയ്യുന്നത് ദൈവവചനത്തിന്റെ പഥ്യോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പഥ്യോപദേശമാണ് അപ്പോസ്തലന്മാരെ എപ്പോഴും പഠിപ്പിച്ചതും ആ പഥ്യോപദേശം യഥാർത്ഥത്തിൽ പഠിപ്പിക്കാൻ ശക്തിയുള്ളവരെയാണ് ഇവര് ശുശ്രൂഷ ഏൽപ്പിച്ചത്. നമ്മൾ 2 തിമോത്തിയോസിലേക്ക് വരുമ്പോഴേക്കും 2 തിമോത്തിയോസ് അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ തിമോത്തിയോസിന്റെ അടുത്ത് ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ തിമോത്തിയോസിന്റെ അടുത്തും പറയുമ്പോൾ പറയാണ്, വചനം പ്രസംഗിക്കുക,
സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്നിട്ട് പറയാണ്, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് ഒത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾക്കാൻ തിരിയുന്ന കാലം വരികയും ചെയ്യും. നേരം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, തിമോഥെയോസിനടുത്തും പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാലത്തൊരു അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സാഹചര്യം വരാനായിട്ട് പോവുകയാണ്. ഈ യഥാർത്ഥത്തിലുള്ള പഥ്യോപദേശം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരികയാണ്. അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കുന്ന രീതിയിൽ സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെയ്യാൻ പോവുകയാണ്. അന്നേരം അതുകൊണ്ട് നീ പഥ്യോപദേശം ഉപദേശിക്കുക. അന്നേരം സൗണ്ട് ഡോക്ട്രിൻ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു ദൈവസഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് സൗണ്ട് ഡോക്ട്രിനിൽ അടിസ്ഥാനം ഉണ്ടാവുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവർ ശക്തരാവുകയും വേണം എന്നുള്ളത് ദൈവം പഠിപ്പിക്കുക. അന്നേരം ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു എൽഡറിന്റെ റിക്വയർമെന്റ് ആണ്. ഞാൻ മുമ്പോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരു ദൈവസഭയെ നയിക്കുന്ന വ്യക്തികൾക്ക്, ദൈവസഭയെ മുമ്പോട്ട് നയിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശിക്കാനുള്ള കഴിവിനേക്കാൾ കൂടുതൽ, ഇല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ സഭയെപ്പറ്റി, ദൈവത്തിന്റെ ഭവനത്തെ പറ്റിയുള്ള എരിവ് എന്നുള്ളത്. ഈ ഒരു എരിവുള്ള വ്യക്തികളെ മാത്രമേ ദൈവം യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ സഭയെപ്പറ്റി, ഇല്ലെങ്കിൽ കർത്താവിന്റെ ഭവനത്തെപ്പറ്റി, കർത്താവിന്റെ ആലയത്തെ പറ്റിയുള്ള ഒരു എരിവിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന വ്യക്തികളെ മാത്രമേ ദൈവസഭയുടെ ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ. എന്നാൽ എന്താണ് എരിവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? സെലസ് ഫോർ ദ ഗോഡ്സ് ഹൗസ്, അല്ലെങ്കിൽ ജലസ് എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്, സെലസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അന്നേരം നമ്മൾ ഒരു ദൈവസഭയിൽ നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ ദൈവസഭയിലായിക്കോട്ടെ, ഇന്നുള്ള ക്രിസ്തീയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ദൈവനാമത്തെ ദുഷിക്കുന്ന കാര്യങ്ങൾ പലതും കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു കോപവും അസ്വസ്ഥതയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ദൈവഹിതപ്രകാരമുള്ള എരിവ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇല്ലാത്ത വ്യക്തികളെ ദൈവം ഒരിക്കലും ദൈവത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കില്ല. അതെന്തുകൊണ്ടാണ് നമുക്കില്ലാതെ വരുന്നത്? നമുക്കില്ലാതെ വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ്. പൗലോസ് ഫിലിപ്പിയ ലേഖനം അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ക്രൂശിന്റെ ശത്രുക്കൾ ആരാണെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു, ഉയരത്തിലുള്ളതല്ല അന്വേഷിക്കുന്നു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലേക്ക് മനസ്സ് വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. നമ്മളുടെ ഉള്ളിൽ ആ ഒരു എരിവുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു കോപം തരും. അങ്ങനത്തെ ഒരു കോപം നമ്മൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവാലയം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലാണ് ദൈവാലയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ശരീരത്തെ ദൈവാലയം എന്ന് പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ ദൈവസഭയെ ദൈവാലയം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടിടത്തും ദൈവത്തിന്റെ ഹൃദയപ്രകാരം അത് ബിൽഡ് ചെയ്യപ്പെടുന്നില്ല. യഥാർത്ഥത്തിലുള്ള അശുദ്ധി കാണുന്നു എന്ന് കാണുമ്പോൾ രണ്ട് കാര്യങ്ങളിലും നമുക്ക് കോപം ഉണ്ടാവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു തീഷ്ണതയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ആ തീഷ്ണത നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ പാപത്തോട് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ ആ രീതിയിലുള്ള കോപം നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ ആ രീതിയിലുള്ള സങ്കടം നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ ദൈവസഭയിൽ കാണുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള എരിവില്ല എന്ന് തന്നെയാണ് അർത്ഥം. യേശുക്രിസ്തു അങ്ങനെയല്ലായിരുന്നു. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കർത്താവ് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത്. കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ പടിയായിട്ട് തന്നെ ദേവാലയ ശുദ്ധീകരണം കർത്താവ് നടത്തുന്നത്. എന്നിട്ട് ദൈവപ്രകാരമുള്ളൊരു കോപം, ഇല്ലെങ്കിൽ ദൈവസഭയിൽ നടക്കുന്ന അനീതികളെ പറ്റി, കോംപ്രമൈസുകളെ പറ്റി ഒരു ദൈവഹിതപ്രകാരമുള്ള ഒരു കോപവും അസഹിഷ്ണുതയും നമുക്കില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഹി വിൽ ബി എ കോംപ്രമൈസർ. അദ്ദേഹം എപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഞാൻ വായിക്കായിരുന്നു, നമ്മൾ യോനായുടെ അടുത്ത്
ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോന ഈ ആവണക്കിന്റെ കീഴിലിരിക്കുമ്പോൾ യോനയുടെ ആവണക്ക് ഉണങ്ങിപ്പോകുമ്പോൾ യോനയുടെ തലയിൽ വെയിലടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അതിലേക്ക് യോനയുടെ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വായിക്കുന്നില്ല, ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു കോണ്ടക്സ്റ്റിലേക്ക് മാത്രം വരികയാണ്. അന്നേരം ആവണക്ക് യോനയുടെ തലയിൽ യോനയ്ക്കൊരു തണല് പോലെ വളർന്നു. അന്നേരം ആവണക്ക് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചിട്ട് അത് കുത്തിപ്പോയി. അന്നേരം സൂര്യൻ ഉദിച്ചപ്പോൾ യോനയുടെ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി, വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചു കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്ന എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ഈ യോനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഡു യു ഹാവ് എ ഗുഡ് റീസൺ ടു ബി ആംഗ്രി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അന്നേരം യോനയോട് ദൈവം ചോദിക്കുകയാണ്, ഡു യു ഹാവ് എ ഗുഡ് റീസൺ ടു ബി ആംഗ്രി. അന്നേരം ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? അന്നേരം കോപം അതിൽ തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പലരും ചിന്തിക്കുന്ന പോലെ കോപിക്കുക എന്നുള്ളത് അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ കോപിക്കുന്നതിന്റെ റീസൺ, ഈസ് ഇറ്റ് എ ഗുഡ് റീസൺ ഓർ എ ബാഡ് റീസൺ എന്നുള്ളതാണ് ചോദ്യം. അന്നേരം എന്തിനാണ് യോന കോപിച്ചത്? യോന കോപിച്ചത് യോനായുടെ ഒരു കംഫർട്ട്, പെട്ടെന്നുണ്ടായ ഒരു കംഫർട്ട് അത് നഷ്ടപ്പെട്ടപ്പോൾ യോനയുടെ ഹൃദയത്തിൽ കോപമുണ്ടായി. യോന കോപിച്ചു. അന്നേരം ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈസ് ദിസ് എ ഗുഡ് റീസൺ? ഒരു ഗുഡ് റീസൺ ഉണ്ടായിരിക്കണം കോപത്തിന്. അന്നേരം എന്താണ് നമ്മളുടെ കോപിക്കാനായിട്ടുള്ളൊരു ഗുഡ് റീസൺ? അത് നമ്മൾ നോക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് തന്നെ, ഇല്ലെങ്കിൽ ദൈവവചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു എന്തിനാണ് കോപിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗുഡ് റീസൺ ടു ഗെറ്റ് ആംഗ്രി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തു കോപിച്ചു എന്ന് പറയുന്ന 2 സന്ദർഭങ്ങളിലുണ്ട് നമ്മൾ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ. അത് 2 സന്ദർഭങ്ങളും ദേവാലയത്തിൽ നടക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് യേശുക്രിസ്തു കോപിച്ചത്. ഒന്ന്, ദേവാലയം കച്ചവട സ്ഥലമാക്കുമ്പോൾ, ദേവാലയത്തിൽ ബിസിനസ് നടക്കുമ്പോൾ, ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുമ്പോൾ കർത്താവ് കോപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദേവാലയത്തിൽ വെച്ചിട്ടാണ് കർത്താവിന്റെ കോപം മുഴുവൻ കർത്താവ് വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരീശന്മാരെ അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന കാണാനായിട്ട് കഴിയും. അതും ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ദേവാലയ ശുദ്ധീകരണത്തിന്റെ 2-ാമത്തെ ഭാഗത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാന ഭാഗത്ത് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നിടത്താണ് യേശുക്രിസ്തു അതിശക്തമായിട്ട് കോപിക്കുന്നതാണ്. ആദ്യം കാണുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് ദേവാലയ ശുദ്ധീകരണം നടക്കുമ്പോൾ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 2 സാഹചര്യത്തിലാണ് യേശുക്രിസ്തു കോപിക്കുന്നത് കാണുന്നത്. പിന്നീട് യേശുക്രിസ്തു കോപിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കൊരു സന്ദർഭത്തിൽ കാണുന്നുണ്ട്. അവിടെ ദേവാലയത്തിൽ തന്നെ ദേവാലയത്തിലെ പുരോഹിതന്മാരുടെ ലീഗലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ, ഒരു വരണ്ട കൈയുള്ള ഒരു വ്യക്തി വന്നപ്പോൾ അവനെ സൗഖ്യമാക്കി കാതവണ്ണം നിയമം പാലിക്കണം എന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ യേശുക്രിസ്തു കോപിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള എരിവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത, ഇല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന ലീഗലിസം ആയിക്കോട്ടെ, കോംപ്രമൈസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കോപം ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു എരിവില്ലാത്ത ഒരൊറ്റ വ്യക്തിയെയും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുകയില്ല. ദൈവം ഒരിക്കലും ആ വ്യക്തി തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ സഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ടത് കർത്താവിന്റെ ഹൃദയത്തിലുള്ള ഈ ഒരു എരിവാണ്. അത് അവരെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെയും അവർ നയിക്കുന്ന ദൈവസഭയെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ ഒരു എരിവ് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമവും പുതിയ നിയമവും വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഈ ഒരു എരിവുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാനതിന് വീണ്ടും വിശദീകരിച്ചിലേക്ക് പോകുന്നില്ല. ഞാൻ ചില വ്യക്തികളുടെ കാര്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു ഭാഗം കൂടി പറയേണ്ടതുകൊണ്ടാണ് ഈ വ്യക്തികളെ മാത്രം എടുക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടും ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അബ്രഹാമിനെയാണ് ദൈവം ആദ്യമായിട്ട് വിളിക്കുന്നത് കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആലയം പണിയപ്പെടുന്നില്ല എങ്കിൽ പോലും അബ്രഹാമിനെയാണ് ദൈവം ഇതിന്റെ എല്ലാം തുടക്കക്കാരനായിട്ട് വിളിക്കുന്നത്. പിന്നീട് മോശയെ വിളിക്കുന്നു, പിന്നീട് ദാവീദിനെ വിളിക്കുന്നു, പിന്നീട് പലവരെയും വിളിക്കുന്നു. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കാണുന്നു,
അപ്പോസ്തലനായ പൗലോസിനെ കാണും. നമ്മൾ ഇവരുടെ എല്ലാം ഒരു കോമൺ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ദൈവത്തിന്റെ സഭയെപ്പറ്റി, ദൈവത്തിന്റെ ആലയെപ്പറ്റി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ആ എരിവുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അബ്രഹാമിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ തന്നെ അബ്രഹാം ദൈവം റെസ്പോണ്ട് ചെയ്തിട്ട്, ദൈവത്തിന് മുമ്പിൽ റെസ്പോണ്ട് ചെയ്തിട്ട് ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. മോശയെ പറ്റി പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് മോശയുടെ എരിവ് രണ്ടിടത്തത് വെളിപ്പെടുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കാനായിട്ടുള്ള മോശയുടെ ആ എരിവ് കാരണം മോശ ഒരു ഇസ്രായേലിനെ ഒറ്റയടിച്ച് കൊല്ലുകയാണ്. നേരെ മോശയുടെ എരിവാണ് അത് കാണിക്കുന്നത്. രണ്ടാമത് നമ്മൾ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവത്തിന്റെ ജനം കോംപ്രമൈസിലേക്ക് പോകുമ്പോൾ മോശയുടെ ആ ഒരു കോപം നിമിത്തം മോശ ദൈവം കൊടുത്ത ആ കൽപ്പലകൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു കോപം മോശയുടെ കാണാനായിട്ട് കഴിയും. ഇത് ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് കാരണമാണ് ആ കാര്യങ്ങൾ ചെയ്തത്. നമ്മൾ ദാവീദിന്റെ ലേക്ക് പോകുമ്പോഴേക്കും കാണുന്നത്, ദാവീദ് ദൈവത്തിന്റെ നാമം ദുഷിക്കുന്ന ഒരു ഫെലിസ്ത്യൻ നിൽക്കുന്നത് കാണുമ്പോൾ ആ ദൈവത്തിന്റെ നാമം ദുഷിക്കുന്ന ഇവനെ കൊന്നുകളയാനായിട്ട്, ദൈവത്തിന്റെ മുകളിലുള്ള നിന്ന നീക്കാനായിട്ട് ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് കാണാനായിട്ട് കഴിയും. 69-ാമത്തെ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്, നിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവെന്നെ തിന്നുകളയുന്നു, നിന്നെ നിന്ദിക്കുന്നവർ നിന്ന എന്റെ മേൽ വീണു എന്നാണ് പറഞ്ഞത്. അന്നേരം ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുന്ന, ദൈവത്തിന്റെ സഭ ദുഷിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ കാണുമ്പോഴെല്ലാം ഇവർക്ക് എരിവുണ്ടായിരുന്നു. അവരുടെ മുകളിൽ വീഴുന്ന നിന്നയായിട്ടാണ് ഇതിനെ കാണുന്നത്. യേശുക്രിസ്തു ഇതേ വാക്യമാണ് എടുത്ത് കോട്ട് ചെയ്യുന്നത്. ഇതേ വാക്യമാണ് യേശുക്രിസ്തു കോട്ട് ചെയ്യുന്നതല്ല, യേശുക്രിസ്തുവിന്റെ ദേവാലയത്തെ പറ്റിയുള്ള എരിവ് കാണുമ്പോൾ ശിഷ്യന്മാർക്ക് ദാവീദിന്റെ ഈ വാക്യമാണ് ഓർമ്മ വരുന്നത്. നിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു എന്നുള്ള ആ വാക്യം അവർക്ക് ഓർമ്മ വന്നു എന്നാണ് കാണുന്നത്. അവൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും പൗലോസിനെ കണ്ടുമ്പോൾ പൗലോസ് തന്നെ പറയാണ്, ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള എരിവുള്ളവനായിട്ടാണ് യഥാർത്ഥത്തിൽ പൗലോസിന്റെ സ്വന്തം മതത്തെ പറ്റി, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത യഹൂദ മതത്തെ പറ്റിയുള്ള ആ എരിവ് കാരണമാണ് പൗലോസ് ശരിക്കും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് തന്നെ. ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. എന്നാൽ പൗലോസ് കർത്താവിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു വരുമ്പോഴേക്കും ദൈവസഭയെ പറ്റിയുള്ള എരിവായിട്ട് പൗലോസിന്റെ എരിവ് മാറി. അതുകൊണ്ടാണ് കൊരിന്ത്യയിലേക്ക് ഇരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടുകൂടി ഞാൻ നിങ്ങളെക്കുറിച്ച് എരിയുന്നു എന്ന് പറയുന്നത്. അന്നേരം ഇവർക്കെല്ലാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ആ എരിവുണ്ടായിരുന്നു, ആ സീലുണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇതൊരു അടിസ്ഥാന റിക്വയർമെന്റ് ആണ്. ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവത്തിന്റെ സഭയെപ്പറ്റി ആ യഥാർത്ഥ എരിവുണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ എരിവിലാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതാണ്. അവരൊരിക്കലും ഒരു കോംപ്രമൈസേഴ്സ് ആയിട്ട്, ഒരിക്കലും അവർ എന്ത് കണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കത്തില്ല. അവരുടെ ജീവിതത്തിലാണെങ്കിലും അവരായിരിക്കും ദൈവസഭയിലാണെങ്കിലും ആ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യമാണ്. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇസ്രായേലിനെ പറ്റി, ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പറ്റി വേറൊരു കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നതെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അവർക്ക് എരിവുണ്ടായിരുന്നു, എന്നാൽ ആ എരിവിനോട് കൂടെ അവർക്ക് മിസ്സായ ഒരു കാര്യത്തെ പറ്റി പൗലോസ് പറയാണ്. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, സഹോദരന്മാരെ, അവർ രക്ഷിക്കണമെന്നുള്ളത് എന്റെ ഹൃദയവാഞ്ചിയും അവർക്ക് വേണ്ടിയുള്ള യാതനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം വരുന്നു. ഐ ടെസ്റ്റിഫൈ about them. They have a seal for God, but not accordance with the knowledge. ഞാനിതാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ പറ്റിയുള്ള എരിവിനോടൊപ്പം തന്നെ ഒരു ദൈവസഭയെ ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ടത് ദൈവത്തിന്റെ ഹൃദയം അറിയാനായിട്ടുള്ള ആ പരിജ്ഞാനമാണ്. ഈ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോളജ് എന്നുള്ള അർത്ഥമല്ല യഥാർത്ഥത്തിൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. പരിജ്ഞാനം എന്നുള്ള വാക്ക് എപ്പോഴും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം എന്നാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പരിജ്ഞാനം എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കൃപയിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനം എന്നുള്ളത് ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവാണ്, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവാണ്. എന്നിട്ട് ഈ എരിവുള്ള, ദൈവത്തിന്റെ വേണ്ടിയിട്ട് എരിവുള്ള ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവത്തിന്റെ പരിജ്ഞാനം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികൾ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ദൈവത്തിന്റെ വഴികൾ ഇവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇവർ കർത്താവിന്റെ സഭയെ പണിയാൻ, ഇല്ലെങ്കിൽ ദൈവത്തിന് ഉപയോഗപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള പാത്രങ്ങളായിട്ട് മാറുന്നു.
ഞാൻ ഈ പറഞ്ഞ ഓരോ വ്യക്തികളെയും നമ്മൾ വീണ്ടും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് എരിവുള്ളവരായിരുന്നു. എന്നാൽ ഇവർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കാനായിട്ട് കഴിയാതെ വന്നു. എന്നാൽ ദൈവത്തിന്റെ വഴികളെ യെശയ്യാപ്രവചനം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വഴികളും നമ്മുടെ വഴികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ വ്യത്യാസമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെ നമ്മുടെ വഴികളും ദൈവത്തിന്റെ വഴികളും വ്യത്യാസമാണ്. ദൈവത്തിന്റെ വഴികളെ അറിയുന്നതാണ് ദൈവത്തിനെ പറ്റിയുള്ള ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മോശയെപ്പറ്റി ദൈവം ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം മോശയെപ്പറ്റി സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, മോശ ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞു, ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രമേ അറിഞ്ഞു. എബ്രാഹിലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രാഹിലേഖന കർത്താവും അതേപോലെ തന്നെ പറയുകയാണ്, ഇസ്രായേൽ മക്കളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുകയാണ്, അവർ എൻ്റെ പ്രവൃത്തികൾ കണ്ടു, എന്നാൽ എൻ്റെ വഴികളെ അറിഞ്ഞില്ല. അന്നേരം ദൈവത്തിന്റെ വഴികളെ, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആ ഒരു പിക്ചർ, ദൈവം എങ്ങനെയാണ് കാര്യങ്ങളെ ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം ഇവരെ പല സ്റ്റേജുകളിൽ കൂടി നടത്തിവിടുന്നുണ്ട്. ഇത് ഞാൻ മുമ്പ് വേറൊരു മെസ്സേജിൽ കൂടി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോകണം എൻ്റെ മെയിൻ വിഷയത്തിലേക്ക് വരാൻ വേണ്ടി. അന്നേരം അബ്രഹാമിന്, നമ്മൾ ഈ പറഞ്ഞ അബ്രഹാം, മോശ, ദാവീദ്, പൗലോസ്, ഇവരുടെ എല്ലാം ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ കൂടിയാണ് ഇവർ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴികളെ പഠിക്കുന്നത്. യേശുക്രിസ്തു മാത്രമേ ഒരു മിസ്റ്റേക്കും വരുത്താത്ത വ്യക്തികളുള്ളൂ. അന്നേരം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ എരിവോടുകൂടി ദൈവത്തെ സെർവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മിസ്റ്റേക്കുകൾ പറ്റാം. ആ മിസ്റ്റേക്കുകൾ പറ്റിയാലും ദൈവം അവരെ ആ മിസ്റ്റേക്കുകൾ കൂടി ദൈവത്തിന്റെ വഴികൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരൊറ്റ വ്യക്തിയും ദൈവത്തിന്റെ പണിയിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിന്റെ ശുശ്രൂഷയിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്താൽ ഉപയോഗപ്പെടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ആ സീലും നോളജും ഒരേപോലെ ആയിരുന്നു. അതിൽ ഒരിക്കലും യേശുക്രിസ്തുവിനൊരു തെറ്റ് പറ്റിയിട്ടില്ല. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ദൈവം ഈ ദൈവത്തിന്റെ എരിവോടുകൂടി ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവർ പറ്റുന്ന തെറ്റുകളിൽ നിന്ന് അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് നമുക്ക് പോകാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അബ്രഹാമിന്റെ കാര്യം, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അബ്രഹാമിന്റെ അടുത്ത് ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുകയാണ്, അബ്രഹാമിന് ഒരു മകനെ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. അന്നേരം അബ്രഹാം ആ കാര്യം ഏറ്റെടുത്തു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ദൈവത്തിന്റെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ഭാര്യ ഹാഗാർ ഒരു മച്ചിയായിരുന്നു, അല്ലെങ്കിൽ പ്രസവിക്കാനായിട്ടുള്ള കാലം കഴിഞ്ഞിരുന്നു. അന്നേരം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിന് ഉടമ്പടി, ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറയാണ്, നിനക്ക് നിന്റെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും നിന്റെ സന്തതി ആകുമെന്ന് പറഞ്ഞു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു. അത് ദൈവം അവന് നീതിയായിട്ട് കണക്കിട്ടു എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവത്തിന്റെ ഈ പ്രോമിസ് അബ്രഹാമിന്റെ എരിവിൽ കൂടി, അബ്രഹാമിന്റെ രീതിയിൽ തന്നെ അബ്രഹാം ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അബ്രഹാമിന്റെ ഒരു പ്ലാനിൽ കൂടി, അബ്രഹാമിന്റെ വഴിയിൽ കൂടി, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അബ്രഹാമിന്റെ വഴിയിൽ കൂടി അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്മായേൽ എന്ന് പറയുന്നൊരു മകനുണ്ടാകുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സാറായി അബ്രഹാമിന്റെ അടുത്ത് ഒരു പ്ലാൻ പറയാണ്. ദൈവം നിന്റെ അടുത്തൊരു വാഗ്ദത്തം തന്നു, അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ടൊരു വഴി കണ്ടുപിടിക്കാം. അതിന് നീ ഹാഗാറിന്റെ അടുത്ത് ചെല്ലുക. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ യഹോവ എന്റെ ഗർഭം അടച്ചു, എന്നിട്ട് യഹോവ നിന്റെ അടുത്ത് പറയാണ് നിനക്കൊരു സന്തതിയെ തരുമെന്ന് പറയും. എന്നാലും സ്വാഭാവികമായിട്ടും ഇത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. ഈ ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യത്തിന് മുമ്പിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു മാനുഷിക വഴി കണ്ടുപിടിക്കാം. നീ ഹാഗാറിന്റെ അടുത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം സാറായുടെ വാക്ക് അനുസരിച്ചു. ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുകയും ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ഇല്ലെങ്കിൽ ഭാര്യയുടെ ആ പ്ലാൻ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. റിസൾട്ട് ഇസ്മായേൽ എന്നുള്ള മകനാണ്. നമ്മൾ ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്മായേൽ എന്നുള്ളത് അബ്രഹാമിന്റെ ശക്തിയിൽ കൂടി ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചതിൽ കൂടി ഉണ്ടായ റിസൾട്ടും, ഇസഹാക്ക് എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ ശക്തിയിൽ ദൈവം ഫുൾഫിൽ ചെയ്തു. ഗോഡ്സ് വർക്ക് വിച്ച് ഈസ് ഡൺ ഇൻ ഗോഡ്സ് വേ. അതാണ് ഇസഹാക്ക്. ദൈവത്തിന്റെ വാഗ്ദത്തം മനുഷ്യന്റെ വഴിയിൽ കൂടി ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചാണ് ഇസ്മായിൽ. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ എരിവോടുകൂടി ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാനുഷികമായിട്ടുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികൾ നമ്മൾ അന്വേഷിക്കുന്നില്ലെങ്കിൽ, വി വിൽ എൻഡ് അപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ഇസ്മായിൽസ്.
അതെല്ലാം ഇസ്മായിലിനെയാണ് ഉണ്ടാക്കുന്നത്. അനേക പ്രശ്നങ്ങൾ തലമുറകളായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് അബ്രഹാം ചെല്ലുന്നത്. ഇന്നും ആ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇത് അത് വേറൊരു വിഷയമാണ്. അതിൽ കർത്താവിന്റെ വരവിനോട് അടുത്ത് വരുന്ന രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് ഒരു ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ വാഗ്ദത്തം മനുഷ്യ രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നാണ് ദൈവം ഇതിനെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം അതോടുകൂടി അബ്രഹാമിനോട് സംസാരിക്കുന്നു നിർത്തുന്നു. 16 വർഷങ്ങൾ അബ്രഹാമിന് ദൈവത്തിന്റെ വഴി പഠിക്കാനായിട്ട് ദൈവം കൊടുക്കുകയാണ്. അതിനുശേഷം അബ്രഹാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴി പഠിക്കുന്നു. അതിന്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യഥാർത്ഥത്തിൽ കർത്താവിന്റെ വഴി മനസ്സിലാക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് അബ്രഹാം അവിടെയാണ് എടുക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുവെങ്കിലും 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കാണ് നമ്മൾ റോമാലേഖനത്തിൽ പൗലോസ് അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ പലപ്പോഴും അബ്രഹാം മിസ്രൈമിലെ ബാബിലോണിൽ നിന്ന് കൽദയരുടെ ദേശമായിട്ട് ഊരിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെട്ടതിന്റെ കാര്യം, ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയതൊക്കെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പായിട്ട് പറയാറുണ്ട്. എന്നാൽ പലരും പറയാത്തൊരു കാര്യം, ഇല്ലെങ്കിൽ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം, അബ്രഹാമിന്റെ ഏറ്റവും വിശ്വാസത്തിന്റെ സ്റ്റെപ്പായിട്ട് റോമാലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു സെക്ഷലി ഇമ്പോർട്ടന്റ് ആയിരുന്ന ഒരു വ്യക്തി സെക്ഷലി ഇല്ലെങ്കിൽ ഗർഭപാത്രം അടഞ്ഞിരുന്ന സ്ത്രീയെടുത്ത് വിശ്വാസത്താൽ ഒരു സെക്ഷൽ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതാണ് അവിടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ കണ്ടുപിടുത്തല്ല, ബൈബിളിലെ കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞത്, അബ്രഹാം ഒരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കുകയും ദൈവത്തിന്റെ ശക്തിയിൽ കൂടി ആ മകനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതാണ് ഇസാക്ക്. അന്നേരം ദൈവം അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വേല ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ വഴിയിലാണ് ചെയ്യേണ്ടത്. യു കനോട്ട് ബ്രിങ് ഹ്യൂമൻ ഐഡിയാസ് ഇൻ ടു ഇറ്റ്. ദൈവത്തിന്റെ വേല എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ വഴിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അബ്രഹാമിനെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, മോശയെ പറ്റി പറഞ്ഞു. മോശ ദൈവത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് സീലോടുകൂടി അനേക വ്യക്തികളുടെ ഇടയിൽ ദൈവത്തിന് വേണ്ടിയിട്ട് എരിവോടെ നിന്ന വ്യക്തിയായിരുന്നു. എന്നാൽ മോശയും മാനുഷികമായിട്ടുള്ള വഴിയിലാണ് ദൈവത്തിന്റെ കാര്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, മിസ്രൈമിനെ അടിച്ചുകൊല്ലും. നമ്മൾ ഈ സ്തേഫാനോസിന്റെ പ്രസംഗം വായിക്കുമ്പോൾ, ഞാനത് മുമ്പ് എടുത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. സ്തേഫാനോസിന്റെ പ്രസംഗം വായിക്കുമ്പോൾ മോശയെ പറ്റി 3 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. മോശയെ പറ്റി പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന് 40 വയസ്സായപ്പോൾ, അന്നേരം 40 വയസ്സായപ്പോൾ ഇസ്രായേൽ മക്കളുമായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണുന്നു, മനസ്സിൽ തോന്നി. എന്നിട്ട് പറയാണ്, അവിടെ അവരിൽ ഒരുവൻ അന്യായം ഏൽക്കുന്നത് കണ്ട് അവന് തുണ നിന്ന് മിസ്രൈമിനെ അടിച്ചു കൊന്നു പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. താൻ മുഖാന്തരം അവർക്ക് രക്ഷ ദൈവം രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് നിരൂപിച്ചു. എന്നാൽ അവർ ഗ്രഹിച്ചില്ല. അന്നേരം ദൈവത്തിന്റെ വിളി മോശയ്ക്ക് കൃത്യമായിരുന്നു. മോശയ്ക്ക് അറിയാമായിരുന്നു, ദൈവത്തിന്റെ പ്ലാനാണ് എന്നിൽ കൂടി ഈ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് മോശയെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് ഈ 40 വർഷം കൊണ്ട് മോശയ്ക്ക് മനസ്സിലായി. അതിന് കാരണം മോശയെ മാതാപിതാക്കന്മാരെ അത് പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ വഴി മാത്രമാണ് മോശ പഠിക്കാതിരുന്നത്. എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് ചെയ്യേണ്ടതും ദൈവത്തിന്റെ വഴിയിൽ കൂടി തന്നെയാണെന്നുള്ളത് മോശയ്ക്ക് അറിയാവുന്നതുകൊണ്ട് മോശ മാനുഷികമായിട്ട് രീതിയിൽ മോശ വിചാരിച്ചു ഓരോരുത്തരായിട്ട് അടിച്ചു കൊന്ന് ഇല്ലെങ്കിൽ സ്വന്തം ശക്തിയും കൊണ്ടിട്ട് ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്ത് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാം. അബ്രഹാമിനെ പോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് മകനെ കൊടുക്കുക എന്നുള്ളത്. അത് ദൈവത്തിനെ കൊണ്ട് കഴിയത്തില്ല, ഇമ്പോസിബിൾ ആണ്. അന്നേരം എൻ്റെ ഒരു ശക്തിയും കൂടി അതിന് കൂടെ ചേർക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ മോശയും അങ്ങനെ തന്നെ ചെയ്തു. എന്ത് ചെയ്തു? മോശയെയും ദൈവത്തിന്റെ വഴി പഠിപ്പിക്കാനായിട്ട് 40 വർഷം മരുഭൂമിയിലേക്ക് വിട്ടു. അബ്രഹാമിന് 16 വർഷം കൊണ്ട് പഠിച്ചുവെങ്കിൽ മോശ 40 വർഷം എടുത്തു. അന്നേരം ദൈവത്തിന്റെ വഴി പഠിക്കാനായിട്ട് ഓരോരുത്തർ സമയം എടുക്കും തോറും ദൈവത്തിന്റെ പ്രവൃത്തി തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം മോശയുടെ വഴി മോശയ്ക്ക് മനസ്സിലായി, തന്നെ കൊണ്ട് ഒട്ടും ഇതിന് കഴിയുകയില്ല എന്ന് മനസ്സിലായി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മോശ തന്റെ ശക്തി മുഴുവൻ ചോർന്നു എന്ന് മനസ്സിലായപ്പോൾ മോശയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മോശ സമ്മതിക്കുന്നിടത്ത് ദൈവം മോശയിൽ കൂടി തന്റെ രീതിയിൽ ഇസ്രായേൽ മക്കളെ വിടുവിക്കുകയാണ്. ദൈവത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഓരോരുത്തരെയായിട്ട് അടിച്ചു കൊല്ലുക എന്നുള്ളതല്ല, എല്ലാത്തിനെയും കൂടി ഒറ്റയടിക്ക് കടലിന്റെ അടിയിൽ താഴ്ത്തിയിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ വിളിക്കുകയാണ്. അതാണ് 36-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 23-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ 40 വർഷത്തെ പറ്റി പറയുന്നു. 30-ാമത്തെ വാക്യത്തിൽ
40 വർഷം കഴിഞ്ഞതിന് ശേഷം ദൈവം മോശയുടെ മുമ്പിൽ സീനായൽ മലയിൽ മരുഭൂമിയിൽ ദൈവം തീജ്വാലയുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്നു കാണുന്നു. അവിടെ വെച്ച് ദൈവം മോശയെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. അതിനുശേഷം മോശയിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നു. അതാണ് അടുത്ത 36-ാമത്തെ വാക്യം. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുപോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മോശയിൽ കൂടി അടുത്ത 40 വർഷം പ്രവർത്തിച്ചു. അതായിരുന്നു ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണ്? ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് മോശയെ തെരഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ മോശ ദൈവത്തിന്റെ അതേ വഴിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് മോശ തയ്യാറായപ്പോഴേക്കും മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവത്തിന്റെ പണി ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണ് ചെയ്തത്. എരിവ് മാത്രം പോരാ, ദൈവിക പരിജ്ഞാനത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ വേല ചെയ്യേണ്ടത് എന്നുള്ളത് മോശയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് പഠിപ്പിക്കാനായിട്ടാണ് ദൈവം മോശയെ 40 വർഷം എടുത്തത്. അത് പഠിച്ചതിന് ശേഷമാണ് മോശയെ ദൈവം ദേവാലയത്തിന്റെ പണിയെടുത്തത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശ മിസ്രൈമിൽ 22-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 7:22 മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഹി വാസ് എലക്വന്റ്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്നത് വാക്കിൽ സമർത്ഥനായിരുന്നു, പ്രവൃത്തിയിൽ സമർത്ഥനായിരുന്നു. മിസ്രൈമ്യ ജ്ഞാനം മുഴുവൻ, മിസ്രൈമ്യ തന്ത്രം മുഴുവൻ മോശയ്ക്ക് അറിയാമായിരുന്നു, മിസ്രൈമ്യ ഐഡിയാസ് മുഴുവൻ അറിയാമായിരുന്നു. പക്ഷെ മോശയെ ദൈവം ഡ്രെയിൻഡ് ഔട്ട് ചെയ്യുകയാണ് അതിൽ നിന്നെല്ലാം. എന്നിട്ട് മോശയെ ദൈവത്തിന്റെ വഴി പഠിപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ വഴിയിലാണ് മോശ പിന്നീട് ദേവാലയം ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് ദൈവം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ മോശയെ പറ്റി ദൈവം സാക്ഷ്യം പറയുന്നത് മോശ ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞു. അതുകൊണ്ടാണ് മോശ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞത് നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു, നിന്റെ ഹൃദയം എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് യഥാർത്ഥത്തിൽ ദൈവസഭയെ നയിക്കുന്ന വ്യക്തികൾ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ അവർക്ക് ദൈവവചനത്തിൽ ദൈവസഭയെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, അവരെ പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അവരെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ദൈവസഭയ്ക്ക് മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വഴിയിൽ കൂടി യഥാർത്ഥത്തിൽ വളരാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഇതെല്ലാം ദൈവസഭയെ നയിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അന്നേരം അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ദാവീദിനെയാണ്. നമുക്കറിയാം ദാവീദിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ ദാവീദ് ദൈവത്തിന് വേണ്ടിയിട്ട് വളരെ എരിവുള്ള വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവാണ് ദാവീദിനെ തിന്നുകളയുന്നത്. ദൈവത്തിന്റെ ആലയം പണിയണമെന്നുള്ളതാണ് ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ദാവീദ് എന്ത് ചെയ്തു? നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇവരുടെ എല്ലാം കൗണ്ടർ പാർട്ടായിട്ട് അല്ലെങ്കിൽ കൂടെയുള്ള ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ്? ശൗൽ എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ കൂടെ ലോത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. ആ ലോത്തിനെ ദൈവം ഉപയോഗിക്കുന്നതേ ഇല്ല. കാരണം ലോത്തിന്റെ ഹൃദയം മുഴുവൻ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ടായിരുന്നു. ലോത്തിന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങനെയുള്ളവരെ ദൈവം ഒഴിവാക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് എരിവുള്ളവരെ മാത്രം, ദൈവത്തിന് വേണ്ടിയിട്ട് എരിവോടെ നിൽക്കുന്നവരെ മാത്രമേ ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന് വേണ്ടിയിട്ട് എരിവോടെ നിൽക്കുന്നവരെ ദൈവത്തിന്റെ വഴികളെ പഠിപ്പിച്ചിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഡേഞ്ചറസ് റിസൾട്ട് ഉണ്ടാകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൈവത്തിന്റെ വേണ്ടിയിട്ട് എരിവുള്ള വ്യക്തികൾ ദൈവത്തിന്റെ വഴികൾ പഠിച്ചില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഡിസാസ്ട്രസ് ആയിരിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതുപോലെ അനേക രീതിയിൽ നാശങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴും പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇവർക്ക് എരിവില്ലാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്ര രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകണം. അന്നേരം എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഈ ദാവീദ് ദൈവത്തെ പറ്റിയുള്ള എരിവ് കാരണം ആ പെട്ടകം അമീനാദിന്റെ ഭവനത്തിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവരികയാണ്, ദൈവത്തിന്റെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ പട്ടണമായിട്ടുള്ള യെരുശലേമിൽ കൊണ്ടുവരിക. ആ വാക്യം ഒന്ന് വായിക്കാം. 2 ശമൂവേൽ അതിന്റെ 6-ാമത്തെ അധ്യായം. ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മധ്യ അധിവസിക്കാനായ ദൈവത്തിന് സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലയഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ദാവീദും കൂട്ടിയുള്ള ഒരു ജനവും അവിടെ പുറപ്പെട്ടു പോയി. എന്നിട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. അവിടെ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. അന്നേരം നല്ലൊരു ആഗ്രഹത്തോടാണ് ഈ ദാവീദ് ചെയ്യുന്നത്. ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നല്ലതായിരുന്നു. ദൈവത്തിന്റെ ആ പെട്ടകം നല്ല രീതിയിൽ ജെറുസലേമിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ ഒരു പഴയ വണ്ടിയൊന്നുമല്ല, ഒരു പുതിയ പെട്ടകം വണ്ടിയിലാണ് കയറ്റിയത്. ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫിലിസ്തീൻ ചെയ്ത അതേ ഐഡിയ അതേ രീതിയിൽ കോപ്പി ചെയ്തതാണ്, ഇല്ലെങ്കിൽ അത് ഫോളോ ചെയ്തതാണ്, ഇല്ലെങ്കിൽ മാനുഷികമായിട്ടൊരു ഐഡിയയിലാണ്. ഇപ്പം മിസ്രൈമ്യ തന്ത്രം പഠിച്ചതുപോലെ തന്നെ ദാവീദ് ഇവരിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. എങ്കിലും പോട്ടെ, ദാവീദിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു. കുന്നുമേൽ അമീനാദിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അമീനാദും പുത്രന്മാരും ഉസയും അഹ്യോവും വണ്ടി തെളിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ
ദാവീദ് അവിടെ കൈത്താളം കൊണ്ട് ദാവീദും ഇസ്രായേൽ ഗൃഹവും സരളമരം കൊണ്ടുള്ള സകല വാദ്യങ്ങളോടും കിന്നരം, തപ്പ്, വീണ, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അന്നേരം വളരെ സന്തോഷത്തോടു കൂടി, വളരെ നല്ല ആഗ്രഹത്തോടു കൂടി ദൈവത്തിന്റെ പെട്ടകം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ നാഹോന്റെ കളത്തിലെത്തിയപ്പോൾ കാള വരേണ്ടത് കൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. എന്താണ് ചെയ്യുന്നത്? ഉസ്സ എന്താണ് ചെയ്തത്? ഉസ്സ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കാര്യം ചെയ്യുന്നത്. എന്താണ്? ഈ വണ്ടിയിൽ നിന്നും ദൈവത്തിന്റെ പെട്ടകം താഴെ പോകരുത് എന്നുള്ള ആ വലിയ നല്ല ഡിസൈറോട് കൂടി ഉസ്സ ദൈവത്തിന്റെ പെട്ടകം പിടിക്കുകയും യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിനടുക്കൽ വീണ് മരിച്ചു. എന്നിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ നിയമം കാര്യങ്ങൾ ഇതെല്ലാം നമുക്കൊരു ബുദ്ധിപദേശത്തിനാണ് കേട്ടോ ചെയ്യുന്നത്. എഗെയിൻ നല്ല ഉദ്ദേശമാണ്, നല്ല ഡിസയറാണ്, നല്ല ആഗ്രഹമാണ്, ദൈവത്തെ പറ്റിയുള്ള എരിവാണ്. എന്നാൽ ദൈവത്തിന്റെ വഴിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല ചെയ്യുന്നത്. ഇവിടെ പെട്ടകം താഴെ വീഴുമ്പോൾ അതിനെ പിടിക്കുക എന്ന് പറഞ്ഞൊരു നല്ല ഉദ്ദേശമാണ്. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് വിശദീകരിക്കാം. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. ദൈവത്തെക്കാൾ വലിയൊരു എരിവ് നമുക്ക്, ഇല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലിയൊരു കൺസേൺ നമുക്ക് ദൈവത്തിന്റെ സഭയെ പറ്റി ഉണ്ടാവാനായിട്ടില്ല. ദൈവം പിടിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിടിക്കേണ്ട, അത് താഴെ വീണ് നശിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. ഹി വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഹി വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. നീ അതിൽ കയറി കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് വളരെ ക്ലിയർ ഉപയോഗിക്കുകയാണ്. അവിടെ മരണം ഉണ്ടാവുകയാണ്. ദാവീദ് ഭയപ്പെട്ടു പോവുകയാണ്. അന്നേരം പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ എരിവുള്ള വ്യക്തികൾ, ദൈവത്തെ പറ്റിയുള്ള എരിവുള്ള വ്യക്തികൾ, ദേവാലയത്തെ പറ്റിയുള്ള എരിവ് വ്യക്തികൾ, ദൈവവേലയെ പറ്റി എരിവുള്ള വ്യക്തികൾ ദൈവത്തിന്റെ വഴികൾ പഠിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മരണമുണ്ടാക്കും, അത് ഇസ്മായിലിയരെ ഉണ്ടാക്കും, അത് അനേകം നാശത്തിലേക്ക് കൊണ്ടുപോകും. ഇത് പഠിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, ദാവീദ് ഈ കാര്യം പഠിക്കണം. ദാവീദ് ഈ കാര്യം നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ദാവീദ് ഇത് പഠിക്കുന്നു, ദൈവത്തിന്റെ വഴിയിൽ തന്നെ ഇതിനെ കൊണ്ടുവരുന്നു. പിന്നീട് 1 ദിനവൃത്താന്തം 15:13 യഥാർത്ഥത്തിൽ ഈ രീതിയിൽ തന്നെ, ആ വാക്യം വേണമെങ്കിൽ നമുക്ക് എടുത്ത് വായിക്കാം. 1 ദിനവൃത്താന്തം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യഥാർത്ഥത്തിൽ ദേവാലയം ഈ പെട്ടകം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്ന് ലേവ്യ പുസ്തകത്തിൽ എഴുതിയത് ദാവീദ് മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾ തലമാരില്ല, നിങ്ങളും സഹോദരന്മാരും ഇസ്രായേൽ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ആദിയിൽ നിങ്ങൾ അത് ചെയ്യാഞ്ഞത് കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരം അല്ലല്ലോ അന്വേഷിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡിഡ് നോട്ട് സീക്ക് ഹിം അക്കോർഡിംഗ് ടു ഹിസ് വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ക്ലിയർ ആണ്, ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതൊരു പ്രിൻസിപ്പിളാണ് ഞാൻ ഈ പറയുന്ന പഴയ നിയമത്തിൽ മുഴുവൻ. പുതിയ നിയമത്തിൽ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കി അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിച്ചില്ലെങ്കിൽ അവരുടെ എരിവ് യഥാർത്ഥത്തിൽ ഡെത്താണ് കൊണ്ടുവരുന്നത്, മരണമാണ് കൊണ്ടുവരുന്നത്, നാശമാണ് കൊണ്ടുവരുന്നത്. ഇതാണ് പഴയ നിയമത്തിൽ കൂടി എല്ലാം ദൈവം ഇവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ദേവാലയം പിന്നീട് നശിപ്പിക്കപ്പെടുന്നു. ഈ ദേവാലയം പിന്നീട് പണിയപ്പെടുമ്പോൾ അത് സെഖര്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ദേവാലയം പണിയിക്കുക. ഈ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. സെഖര്യാവിന്റെ പ്രവചനത്തിൽ ഈ ദേവാലയം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഇത് പണിയപ്പെടുമ്പോൾ ദൈവം സെരുബ്ബാബേലിന്റെ അടുത്ത് പറയുന്ന 2 വാക്യങ്ങളുണ്ട്. ഇതിൽ കൂടി വീണ്ടും ദൈവം ഒരു കാര്യം ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ വേല, ഏത് രീതിയിലാണ് ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുന്നത്. സെഖര്യാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായിത്തീരും, അതിന് കൃപാകൃപായ നാർപ്പോടുകൂടി അവൻ ആണിക്കല്ലേറ്റും. എന്നിട്ട് സെരുബ്ബാബേലിനെ പറ്റി പറയാണ്, ദൈവത്തിന്റെ വേല യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ പല തടസ്സങ്ങളും വരും, പല എതിർപ്പുകളും വരും. യഥാർത്ഥത്തിൽ കർത്താവിന്റെ വഴിയിൽ കൂടി കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വ്യക്തികൾക്കും എതിർപ്പുകൾ ഉണ്ടാകും. അങ്ങനത്തെ എതിർപ്പുകൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ആലയം പണിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ എതിർപ്പുകളെ ദൈവം തന്നെ നിരപ്പാക്കിയിട്ട് സമഭൂമിയാക്കും. ദൈവത്തിന്റെ കൃപയിൽ കൂടി ഈ സെരുബ്ബാബേൽ അതിന് ആണിക്കൽ, അവസാനത്തെ കല്ല് വരെയും അടിച്ചു കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, എന്താണ് ദൈവം പറയുന്നത്? സെരുബ്ബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു നീ അറിയും. അന്നേരം ദൈവത്തിന്റെ
കൈ നിന്നോട് കൂടെ ഉണ്ടെന്ന് ബാക്കിയുള്ളവർ അറിയുമെന്ന് പറയണം. എന്നിട്ട് വേണം അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു, സർവ്വഭൂമിയിൽ മൂടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട സന്തോഷിക്കുന്നതാണ് പറഞ്ഞത്. അന്നേരം ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവസഭ ബിൽഡ് ചെയ്യുന്ന വ്യക്തികൾ, ദൈവം റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ, അവരുടെ കയ്യിലെ ആ തൂക്കുകട്ട ദൈവം നോക്കുകയാണ്. ദൈവത്തിന്റെ അതേ രീതിയിലാണോ ഇവർ ദൈവസഭ പണിയുന്നത് എന്നുള്ളത്. ഇതാണ് പഴയ നിയമം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ വേലയായതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ ചെയ്യുന്നതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ വഴിയിൽ അത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ശക്തി അവരോട് കൂടെ ഇരിക്കും. അതാണ് 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അന്നേരം ദൈവത്തിന്റെ വഴിയിൽ കൂടി ഒരു വ്യക്തി ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ആ വ്യക്തിയെ പിന്തുടരും എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇതാണ് അബ്രഹാമിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവനെ പിന്തുടരും. ദൈവത്തിന്റെ റിസോഴ്സസ് അവന്റെ കൂടെ ഇരിക്കും. ദൈവത്തിന്റെ വഴിയിൽ അത് ചെയ്യാനായിട്ട് അവനെ ശക്തീകരിക്കും. അതിന് മുമ്പിലുള്ള എല്ലാ തടസ്സത്തെയും ദൈവം തന്നെ മാറ്റും. എന്നാൽ ദൈവത്തിന്റെ വേല നമ്മുടെ വഴിയിൽ കൂടി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ നിന്ന് മാറും. നമ്മുടെ ശക്തിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അതെല്ലാം ഡിസാസ്റ്ററിലെ അവസാനിക്കുകയുള്ളൂ. നേരെ ദൈവസഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവസഭയെ പറ്റിയുള്ള യഥാർത്ഥ കാഴ്ചപ്പാടില്ലാതെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ദൈവസഭയെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദൈവത്തിന്റെ കൊണ്ടുള്ള എരിവുള്ള വ്യക്തികൾ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിചാരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പഴയ നിയമം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വേല ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവത്തിന്റെ വഴി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഹൃദയപ്രകാരം എരിവുള്ള വ്യക്തികൾ മാത്രമേ ദൈവം അത് പഠിപ്പിക്കത്തുള്ളൂ. അല്ലാത്ത വ്യക്തികളെ ദൈവം ഉപയോഗിക്കുന്നില്ല. അത് വേറൊരു വിഷയം. എന്നാൽ ദൈവത്തിനുമായിട്ട് എരിവുള്ള വ്യക്തികൾ, ദേവാലയത്തെ പറ്റിയുള്ള ഒരു വ്യക്തികൾ, കർത്താവിന്റെ ഹൃദയപ്രകാരം ദൈവസഭ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ദൈവത്തിന്റെ വഴി ദൈവം പല മാർഗങ്ങളിൽ കൂടി പഠിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിൽ കാണുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യേശുക്രിസ്തു ആണ് യഥാർത്ഥത്തിൽ ദൈവസഭയുടെ മൂലക്കല്ലും യേശുക്രിസ്തുവാണ് ദൈവസഭയെ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് പണിയുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സഭയാണ്. ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നത് 2 രീതിയിലാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ശരീരവും, രണ്ടാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞിരിക്കുന്നതും. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്, ദൈവത്തിന്റെ കൂടെ പണിയുന്ന വ്യക്തികളാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് ഒരു ദൈവകൃപ തന്നിരിക്കുന്നു. ആ കൃപ എന്താണെന്നുള്ളത് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവസഭയെ പറ്റിയുള്ള ആ ബോധ്യമാണ്. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അത് വിശദീകരിക്കണം. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ്. അവിടേക്ക് ആ ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ പ്രധാന ശില്പിയായി ഞാൻ ലൈക്ക് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലേഡ് എ ഫൗണ്ടേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു വൈസ് മാസ്റ്റർ ബിൽഡർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട്, ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ദൈവസഭയെ നയിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ സഭയെ പറ്റിയുള്ള ആർക്കിടെക്റ്റിനുള്ളത് പോലത്തെ ഒരു ബോധ്യമുണ്ടായിരിക്കും. അല്ല ഒരു പണിക്കാരനുണ്ടാവുന്ന പോലത്തെ ബോധ്യം ഉണ്ടായപ്പോൾ ആ ഒരു ജ്ഞാനം എങ്ങനെയാണ് പൗലോസിന് കിട്ടിയത്? പൗലോസും ഇതേപോലെ തന്നെ യഹൂദ മതത്തിൽ എരിവുള്ളവനായി ഗമാലിയേലിന്റെ കാൽക്കീഴിൽ നിന്ന് മാനുഷികമായിട്ടുള്ള ജ്ഞാനം പഠിച്ച വ്യക്തിയായിരുന്നു. മോശയെ പോലെ തന്നെ. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്നുമില്ല, ഗലാത്യ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ദൈവം പൗലോസിനെ വിളിക്കുകയും പൗലോസിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും 3 വർഷം പൗലോസിന്റെ അടുത്ത് ദൈവം പഠിപ്പിക്കുകയും ദൈവത്തിന്റെ വഴികളെ പഠിപ്പിക്കുകയും പൗലോസിന്റെ മാനുഷികമായിട്ടുള്ള എല്ലാ ഐഡിയാസും മാറ്റുകയും ദൈവത്തിന്റെ ജ്ഞാനം പൗലോസിന് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പൗലോസ് അതിന്റെ കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. അന്നേരം മാനുഷികമായിട്ടുള്ള ജ്ഞാനമാണ് കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്.
മാനുഷികമായിട്ടുള്ള ജ്ഞാനത്തിൽ ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള വ്യക്തികളെ എല്ലാം പഠിപ്പിച്ചതുപോലെ തന്നെ പൗലോസിനെയും ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും മാനുഷിക ജ്ഞാനം പൗലോസിന്റെ തലയിൽ നിർത്തല്. മാനുഷിക ജ്ഞാനം തലയിൽ നിർത്തി കഴിയുമ്പോഴേക്കും ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, മാനുഷികമായിട്ടുള്ള ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും ഇല്ലാതായി എന്നുള്ളതല്ല. മാനുഷിക ജ്ഞാനത്തിലല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിന് കീഴിൽ തന്റെ ബുദ്ധിയും തന്റെ കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാനായിട്ട് പൗലോസ് പഠിച്ചു. അതുകൊണ്ട് 1 കൊരിന്ത്യരുടെ 1-ാമത്തെ അധ്യായം മാനുഷികമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഫൂളിഷ്നെസ് ആണ് പറഞ്ഞത്. മാനുഷിക ജ്ഞാനത്തിൽ ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ദൈവത്തിന് അങ്ങനെയുള്ളവരെ ദൈവം തെരഞ്ഞെടുക്കുന്നില്ല, ദൈവത്തിന്റെ വഴിയിലേക്ക് തെരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റിയാണ് പൗലോസ് പറഞ്ഞത്. അതിന് പൗലോസിന്റെ മാനുഷിക ജ്ഞാനം ദൈവം മാറ്റിയിട്ട് ദൈവിക ജ്ഞാനം പൗലോസിന് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ പൗലോസ് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവസഭയിൽ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതായത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, സമയം ഞാൻ സത്യം പറഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൽ മുമ്പോട്ട് പോയി. പൗലോസിൽ കൂടി എങ്ങനെയാണ് കർത്താവ് ദൈവത്തിന്റെ സഭയെ ബിൽഡ് ചെയ്തത്, പൗലോസിനെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത്. പൗലോസിന്റെ ഒരു മിനിസ്ട്രി നമുക്ക് 2 രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്, പക്ഷെ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അതോട് കവർ ചെയ്യാമെന്നാണ് ഇത് ചിന്തിച്ചത്. നമ്മൾ പൗലോസിന്റെ പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. എന്നാൽ പൗലോസിന്റെ ഹൃദയം നമ്മൾ കാണുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് അതിനെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു 13-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം എന്ന് അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിന്റെ മാനസാന്തരമാണ്. പൗലോസ് മാനസാന്തരപ്പെടുകയും കർത്താവിന്റെ വഴിയിലേക്ക് വരികയും പൗലോസിനെ ദൈവം പല കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്തിട്ട് പൗലോസ് യെരുശലേമിലേക്ക് പോവുകയും അവിടെ നിന്ന് അന്ത്യോക്യയിലെ സഭയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 13-ാമത്തെ അധ്യായം മുതൽ അന്ത്യോക്യയിൽ നിന്നുള്ള പൗലോസിന്റെ മിഷണറി യാത്രകളാണ് നമ്മൾ കാണുന്നത്. അത് ശരിക്കും 4 കാലഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 13-ാമത്തെ അധ്യായം മുതൽ ശരിക്കും അവസാനത്തെ അധ്യായം വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് പൗലോസിന്റെ പ്രവൃത്തികളാണ്. പൗലോസിനെ എങ്ങനെയാണ് ദൈവം അയച്ചത്, പൗലോസ് എങ്ങനെയാണ് ദൈവസഭകൾ സ്ഥാപിച്ചത്, പൗലോസ് എങ്ങനെയാണ് ദൈവസഭകളിൽ ഇടപെട്ടത്, ഏത് രീതിയിലാണ് പൗലോസ് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് 13-ാമത്തെ അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെ കാണാൻ കഴിയും. അതിന്റെ ആദ്യത്തെ മിഷണറി യാത്ര എന്ന് പറയുന്നത് 13-14 അധ്യായങ്ങളാണ്. ഞാനത് വിശദീകരണത്തിലേക്ക് പോകുന്നത് ഞാൻ അടുത്ത ക്ലാസ്സുകൾ ദൈവം അനുവദിക്കുന്ന സമയമുള്ള പോലെ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ആദ്യത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് ഗലാത്യ പ്രദേശങ്ങളിലേക്ക് കൂടി പോവുകയും ഗലാത്യ സഭകൾ സ്ഥാപിക്കുകയും ചെയ്തത്. ഗലാത്യ പ്രദേശങ്ങളിലെ സഭകൾ സ്ഥാപിക്കുന്നത്, ആ ഗലാത്യ സഭകൾക്കാണ് പൗലോസ് പിന്നീട് ലെറ്റർ എഴുതുന്നത്. 14-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 15-16 അധ്യായം മുതൽ ഇപ്പൊ 16-ാമത്തെ അധ്യായം മുതൽ പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയാണ്. പൗലോസ് തിരിച്ച് അന്ത്യോക്യ സഭയിൽ വന്നിട്ട് വീണ്ടും മിഷണറി യാത്രയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന പല സഭകളും അല്ലെങ്കിൽ ലേഖനങ്ങൾ പൗലോസ് ലെറ്റർ എഴുതുന്ന പല സഭകളും അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് ത്രോവാസിലേക്ക് ചെല്ലുകയും അവിടെ ദൈവസഭ സ്ഥാപിക്കുകയും ചെയ്യുന്നു. മക്കദോനിയയിൽ വെച്ചിട്ട് തെസ്സലോനിക്ക സഭ സ്ഥാപിക്കപ്പെടുന്നു. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ലുദിയയുടെ മാനസാന്തരം കടന്നു. അത് കഴിഞ്ഞിട്ട് എഫേസ്യ സഭ സ്ഥാപിക്കപ്പെടുന്നു, കൊരിന്ത്യ സഭ സ്ഥാപിക്കപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പൗലോസ് വീണ്ടും തിരിച്ചു പോകുന്നു. വീണ്ടും പൗലോസിന്റെ അടുത്ത മിഷണറി യാത്രയിൽ കൂടി പൗലോസ് ഈ സ്ഥാപിച്ച സഭകളെല്ലാം വീണ്ടും സന്ദർശിക്കുകയും പിന്നീട് റോമിലേക്ക് പോവുകയും റോമിൽ വെച്ചിട്ട് പൗലോസ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പൗലോസിന്റെ ആ മിഷണറി യാത്രയും പൗലോസ് എങ്ങനെയാണ് സഭകൾ സ്ഥാപിച്ചത് എന്നുള്ളതും അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് സ്ഥാപിച്ച ഈ സഭകളെ പഠിപ്പിക്കാനായിട്ട് ലെറ്റേഴ്സ് അയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എങ്ങനെയാണ് പൗലോസ് എന്നുള്ളൊരു വ്യക്തിയെ ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് പൗലോസിന്റെ ജ്ഞാനം ദൈവം എടുത്തു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ മാനുഷിക ജ്ഞാനം ഉപയോഗിക്കാതെ ദൈവിക ജ്ഞാനത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭ ഒരു പ്രധാന ശില്പിയായിട്ട് പൗലോസ് എങ്ങനെയാണ് പണിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മാത്രമാണ് പറഞ്ഞത്. പ്രാക്ടിക്കലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കാം. പൗലോസ് എങ്ങനെയാണ് കാര്യങ്ങളെ ചെയ്തത്, പൗലോസിന്റെ ഫിനാൻഷ്യൽ
കാര്യങ്ങൾ പൗലോസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, പൗലോസ് ദൈവത്തിന്റെ ദാസനായിട്ട് ഇരിക്കുമ്പോൾ പൗലോസ് എടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഹൃദയപ്രകാരം ദൈവസഭ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇന്ന് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് ക്ലാരിഫൈ ചെയ്യും. ഹലോ ബ്രദറെ, ഒരു കാര്യം ചോദിക്കാൻ. ഈ പിന്നെ 2 തീമോത്തിയില് പിന്നെ അതിന്റെ 2-ാമത്തെ അധ്യായത്തില് പിന്നെ ഈ അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടവർ നീ മറ്റു മനുഷ്യരെ പഠിപ്പിക്കുകയും കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കുകയും വേണം. ഭരമേൽപ്പിക്കണം എഴുതിയിരിക്കുന്നു. ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ വായിച്ചത്. അപ്പൊ ഇതില് പിന്നെ ഇവിടെ പറഞ്ഞപ്പോ കഴിവുള്ളവരെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയെ നയിക്കുന്ന ആളിനെ പറ്റിയാണല്ലോ പറയുന്നത് ഇവിടെ. അപ്പം അവിടെ ഈ കഴിവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പിന്നെ ദൈവവചനത്തിൽ അത് നേരത്തെ നമ്മളെ മാനുഷികമായിട്ട് ഇപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ ഇപ്പം ടീച്ചിങ് ഉള്ള പ്രൊഫഷണൽ, അങ്ങനെ ലോകത്തിൽ നിന്നുള്ള കഴിവാണോ ഉദ്ദേശിക്കുന്നത്, അതോ ശരിക്കും ദൈവം കൊടുക്കുന്ന കഴിവിനെ പറ്റിയാണോ പറയുന്നത്? അവിടെ എന്താണ് കഴിവ് എന്നുള്ള, ഇപ്പൊ വഴി പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ ബ്രദർ, പറഞ്ഞല്ലോ വഴിയെ പറ്റി, ദൈവത്തിന്റെ വഴിയെ പറ്റി പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. ചാപ്റ്റർ 2 2 and 3 2-ാമത്തെ അധ്യായത്തിന്റെ 2-3. എന്റെ മകനെ ക്രിസ്തുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക, പല സാക്ഷികൾ എന്നോട് കേൾപ്പിച്ചല്ല മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത്ഫുൾ മെൻ ഹു വിൽ ബി ഏബിൾ ടു ടീച്ച് അതേഴ്സ്. അതാണ് ഇംഗ്ലീഷ്. The things which you have heard from me in the presence of many witnesses entrust these to faithful men who will be able to teach others. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഴിവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ മാനുഷികമായിട്ടുള്ള കഴിവുകൾ ദൈവം ഉപയോഗിക്കുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതൊരു തെറ്റായൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് പ്രസംഗിക്കാനായിട്ട് കഴിവുണ്ട്, ഇല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ടൊരു കഴിവുണ്ട്. അദ്ദേഹത്തെ ആ കഴിവ് തന്നെ ആയിരിക്കാം ദൈവം ഉപയോഗിക്കുന്നത്. ആ കഴിവിനെ തന്നെ, ആ മാനുഷികമായിട്ടുള്ള കഴിവിനെ, ഇല്ലെങ്കിൽ ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് അല്ലാതെയും ഉപയോഗിക്കാം. ഇപ്പൊ ഒരു കഴിവും ഇല്ലാത്തൊരു വ്യക്തിയെ അതിനു വേണ്ടിയിട്ട് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. അത് നമുക്ക് പലപ്പോഴും, എൻ്റെ പേഴ്സണലായിട്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സ്റ്റേജിന് മുമ്പിൽ സംസാരിക്കാൻ പോലും ഭയങ്കര പേടിയുള്ള വ്യക്തിയായിരുന്നു. അന്നേരം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഉപയോഗിക്കാം. അല്ലാത്ത വ്യക്തികളെ അവരുടെ മാനുഷികമായിട്ടുള്ള കഴിവുകളും ദൈവം ഉപയോഗിക്കാം. എന്നാൽ നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആശ്രയം എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ഈ കഴിവ് കൊണ്ട് ദൈവത്തിന്, നമ്മളുടെ മാനുഷികമായിട്ടുള്ള കഴിവ് കൊണ്ട് ദൈവത്തെ സെർവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് പരിപൂർണമായിട്ട് നമ്മൾ കീഴടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ഈ കഴിവുകളെ തന്നെ ദൈവത്തിന്റെ ശക്തിയിൽ കൂടി ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കഴിവുകളല്ല ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അന്നേരം നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പം ഒരു വ്യക്തി, പൗലോസിനെ പറ്റി ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ജനനം മുതൽ എന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിച്ച ദൈവം എന്ന് പറയുന്നുണ്ട്. അന്നേരം ജനനം മുതൽ തന്നെ ദൈവത്തിന് പൗലോസിനെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു ദൈവത്തിന്റെ മിനിസ്ട്രിയെ പറ്റി. അന്നേരം അതുകൊണ്ടാണ് പൗലോസിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചത്. പൗലോസിനെ യഹൂദ കാര്യങ്ങളും പല കാര്യങ്ങളും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തത് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ഒരു കഴിവ് മാനുഷികമായിട്ട് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതും ദൈവത്തിന്റെ കൃപയിൽ കൂടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് പൗലോസിനെ ദൈവം പഠിപ്പിച്ചു. അതേപോലെയാണ് മോശയുടെ കാര്യത്തിൽ. അന്നേരം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനുഷ്യമായിട്ടുള്ള കഴിവുകൾ ദൈവം ഉപയോഗിക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യമായിട്ടുള്ള ദൈവവും കഴിവുകളും ദൈവം ഉപയോഗിക്കാം. പക്ഷെ അത് ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ പരിപൂർണമായിട്ടും ദൈവത്തിന് കീഴടങ്ങി കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് തമ്മിൽ വ്യത്യാസമാണ്. അന്നേരം നമുക്കൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് ചെയ്തുവെന്നോ ഇല്ലെങ്കിൽ എൻ്റെ മിടുക്കൊണ്ട് ഞാനത് ചെയ്തുവെന്നോ എനിക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അന്നേരം ദൈവത്തിന്റെ കൃപയിൽ കൂടി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ എൻ്റെ മാനുഷ്യമായിട്ട് കഴിവ് കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്നേരം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ വാക്യത്തിന്റെ അർത്ഥം ശരിക്കും വിശ്വസ്ത മനുഷ്യരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന വ്യക്തികളെ എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനുഷ്യമായിട്ടുള്ള കഴിവുകളെ ഒന്നും ദൈവം ഉപയോഗിക്കത്തില്ല എന്നോ ഇല്ലെങ്കിൽ കഴിവില്ലാത്തവരെ, മാനുഷ്യമായിട്ട് ഒരു കഴിവും ഇല്ലാത്തവരെയാണ് ദൈവം ഉപയോഗിക്കുന്നതെന്നോ അർത്ഥമില്ല. ദൈവത്തിന്റെ കൃപയാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ബേസിക്കലി ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയുമാണ്
ദൈവം നമ്മുടെ മനുഷ്യമായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചാലും മനുഷ്യമായിട്ട് ഒരു കഴിവില്ലാത്ത കഴിവ് ഉപയോഗിച്ചാലും ചെയ്യുന്നത്. അത്ര അതാണ് ബേസിക്കലി പറയുന്നത്. മനസ്സിലായി, അത് മനസ്സിലായി. ഒരു കാര്യം കൂടെ, പിന്നെ ബ്രദർ പറഞ്ഞല്ലോ, ഇപ്പം ദാവീദിന്റെ കാര്യത്തിലായാലും മോശയുടെ കാര്യത്തിലായാലും അബ്രഹാമിന്റെ കാര്യത്തിലായാലും, അബ്രഹാം 16 വർഷം, അതുപോലെ മോശ 40 വർഷം, ആ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണല്ലോ അവർ ഉപയോഗിക്കപ്പെട്ടത്, അല്ലേ? അതെ. അപ്പൊ ഈ സഭയിലെ ഒരു മൂപ്പനായിട്ട് വരുമ്പോഴും അവർക്കും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ. ഒരു സഭയിൽ കുറെ നാള്, അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ വചനത്തിൽ കുറെ നാള് നിന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരാളല്ലേ. അല്ല പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഇല്ല, അതങ്ങനെ പറ്റില്ല. അത് മൂപ്പന്മാരുടെ റിക്വയർമെന്റ് പറയുമ്പോൾ തന്നെ പൗലോസ് പറയുന്നുണ്ട്, പുതിയ ശിഷ്യനായിരുന്നു പറയുന്നുണ്ട്. ഒരു സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ആ ക്വാളിറ്റീസ് പറയുമ്പോൾ തീത്തോസിന്റെ ലേഖനവും തിമോഥെയോസിന്റെ ലേഖനവും പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുതിയ ശിഷ്യൻ അരുതെന്ന് പറയുന്നുണ്ട് തിമോഥെയോസിന്റെ ലേഖനം. അതുകൊണ്ട് അന്നേരം അത് ഒരു റിക്വയർമെന്റാണ്. കാരണം അതിന്റെ കാരണവും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, നിന്നയിലും പിശാചിന്റെ കെണിയിലും നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത് എന്നുള്ളതാണ് പറയുന്നത്. അന്നേരം ഒരു പുതിയ ശിഷ്യനെ ഏൽപ്പിക്കാനായിട്ട് പാടില്ല. കാരണം ഹി ഷുഡ് ബി ട്രെയിൻഡ്. ആ സഭ അത് റെക്കഗ്നൈസ് ചെയ്യണം. സഭ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പൗലോസിനെയും ശീലാസിനെയും ആ അന്ത്യോക്യ സഭ റെക്കഗ്നൈസ് ചെയ്യുകയാണ് അവരുടെ ശുശ്രൂഷ. അവരെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ട് വേർതിരിക്കുകയാണ്. അതൊരു ടൈം എടുക്കുന്ന കാര്യമാണ്. അന്നേരം ഒരു ശരിക്കും ഒരു താഴ്മയിൽ, ഒരു ഡിസിപ്ലിനിൽ, ഒരു സബ്മിഷനിൽ ദൈവത്തിന്റെ വഴികളെ പഠിച്ച വ്യക്തിക്ക് മാത്രമേ ശുശ്രൂഷ ഏൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അധ്യക്ഷന്മാരാകാനായിട്ട് കഴിയത്തുള്ളൂ. അതിന്റെ റിക്വയർമെന്റിൽ തന്നെ ഒന്നാണ് പുതിയ ശിഷ്യൻ അരുത് എന്നുള്ളത്. അന്നേരം അത് ക്ലിയർ ആണ്. വേറെ ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഞാൻ ഇന്ന് കുറച്ച് ഈ പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങൾ കൂടി പറയണം ഉദ്ദേശിച്ചതാണ്. എങ്കിലും ഞാൻ എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ തന്നെ സമയം പോയതുകൊണ്ടാണ് ഞാനത് നേരത്തെ നിർത്തുന്നു, അതിലേക്ക് കടക്കാത്തത്. ഇന്നത്തെ മെസ്സേജ് ഒന്ന് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? അതോ ഇടും. ഞാൻ അപ്ലോഡ് ചെയ്യും വായിച്ചു. കാരണം എനിക്ക് പകുതി കഴിഞ്ഞേ കയറാൻ പറ്റുള്ളൂ, സമയം കിട്ടില്ല. ഓക്കെ. ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ ഈ സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ സമയം തരുന്നതിന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ജസ്റ്റ് വൺ വേ പ്രസംഗിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു വ്യക്തിക്ക് സംശയങ്ങൾ ഉണ്ടാകാം, ഡിസഗ്രീമെന്റ് ഉണ്ടാകാം, ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളുണ്ടാകും. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ്. നമുക്ക് ആ കാര്യത്തിൽ ഉറക്കാനായിട്ട് കഴിയും. പലപ്പോഴും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, പലപ്പോഴും ഞാൻ കാണുന്നത് ദൈവസഭകളിൽ നിന്ന് പല ചെറുപ്പക്കാരും അകന്നു പോകുന്നത്, അവർക്കൊരു ചോദ്യം ചോദിക്കാനോ, ഞാൻ ഈ ഒരു ബൈബിൾ സ്റ്റഡിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ജനറലായിട്ട് പറയാണ്, അവരുടെ സംശയങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിക്കാനോ അവർക്കൊരു വേദിയില്ല. അവർ പലപ്പോഴും ഇവർ ഈ പറയുന്നത്, ഈ അപ്പച്ചന്മാർ പറയുന്നത്, ഇല്ലെങ്കിൽ പ്രാസംഗികന്മാർ പറയുന്നത്, പാസ്റ്റർമാർ പറയുന്നത് കണ്ണുമടച്ച് കേൾക്കുക, വിശ്വസിക്കുക എന്നുള്ള രീതിയിലാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെയും ഈ കാലഘട്ടത്തിൽ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇവർക്ക് പല സംശയങ്ങളുണ്ടാവും. ഇവരുടെ സംശയങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി അത് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ, ദൈവവചനത്തിൽ നിന്ന് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ, ഇവർക്കത് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അന്നേരം അതിൽ കൂടി അവർ പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയും ആ ആൻസർ പറയാൻ തയ്യാറല്ല ആൾക്കാർക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. അന്നേരം എപ്പോഴും നമ്മൾ ദൈവവചനത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവവചനത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ പറയുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്തുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മളുടെ പഠിച്ചു വന്ന രീതികളും ഒക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ആൾക്കാരുടെ ചോദ്യത്തിന് മുമ്പ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരെ ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും കൊടുക്കാത്തത്. പക്ഷെ ഇവർക്ക് മനസ്സിലാകും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഈ പറയുന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും ദൈവവചനത്തിലുള്ളൊന്നുമല്ല, ഇതൊക്കെ പലതും ഈ ഇദ്ദേഹത്തിന്റെ തോന്നലുകളോ ഇദ്ദേഹത്തിന്റെ പാരമ്പര്യങ്ങളോ ഇദ്ദേഹം പഠിച്ചു വന്ന കുറെ ലീഗലിസ്റ്റിക് നിയമങ്ങളോ ആണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് പോവുകയും അവർ ചോദ്യം ചോദിക്കത്തില്ല, അവർ വേറെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അന്നേരം ഞാൻ ജനറലി പറഞ്ഞാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറയുന്നത്. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ഒരു ദൈവസഭ നടത്തുന്ന വ്യക്തികളാണെങ്കിലും നമുക്ക് ആൾക്കാർ നമ്മളുടെ അടുത്ത് ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മളെ പരിശോധിക്കാനായിട്ടും, പൗലോസ് നമ്മൾ പഠിച്ചു കഴിയുമ്പം ബെരോവേലെ സഭയിലുള്ള വ്യക്തികൾ അങ്ങനെ ചെയ്തു എന്നുള്ളപ്പോൾ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ ബ്രദറെ, വേറെ ചോദ്യമില്ല. ഇത് ഇന്നത്തെ മെസ്സേജുമായിട്ട് ഇസ് നോട്ട് കണക്റ്റഡ് ടു ടുഡേയ്സ് മെസ്സേജ്. അതായത് വേറൊരു ദൈവസാഹചര്യം കൂടെ കേട്ടത്, നമ്മൾ ഈ 1 സങ്കീർത്തനം 2
പറയുന്നുണ്ടല്ലോ, നീ എൻ്റെ ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സബ്ജക്റ്റ് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്തത്, അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുകൂടി രാജാവായിട്ട് ഭൂമിയിൽ വാഴുന്ന ആ ടൈമിനെയാണ് അത് ജനിപ്പിച്ചതെന്ന്. കാരണം അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ നോക്കിയാൽ അങ്ങനെ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അത് എത്ര അക്യുറേറ്റ് ആണോ, കാരണം ഇതിനെ കോട്ട് ചെയ്ത് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തില് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം പുനരുദ്ധാന സമയത്തെ പുനരുദ്ധാനം എന്ന് പറയുന്ന ഉയർപ്പിന്റെ അതിനോട് കണക്ട് ചെയ്താണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് വിധത്തിലുള്ളതാണോ, അതോ രണ്ട് ഒക്കേഷനിൽ സംഭവിക്കുന്ന കാര്യമാണോ ഈ ഇന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? കാരണം പൗലോസ് അത് വേറൊരു കർത്താവിന്റെ മരണ ഉയർപ്പിനോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഈ സങ്കീർത്തനം 2-ാം സങ്കീർത്തനം കോട്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ രാജാവായിട്ട് വരുമ്പോഴാണോ ഇത് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രവചനം നിവൃത്തിയാകുന്നു, അതോ കർത്താവിന്റെ ഉയർപ്പിനോടുള്ള അനുബന്ധിച്ചാകുന്നു? ഓക്കെ, ഇത് പുതിയ നിയമത്തിൽ രണ്ടിടത്ത് കൂട്ടി ചെയ്തിട്ടുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 13:3, എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലും കൂട്ടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പഴയ നിയമത്തിലെ ഒരു വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരാല്ല. നമ്മളെപ്പോഴും ഈ സങ്കീർത്തനത്തിൽ ഇത് മാത്രമല്ല, 110-ാം സങ്കീർത്തനത്തിലും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമുണ്ട്. എന്നിട്ട് അതും എബ്രായ ലേഖനത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് വിശദീകരിക്കാം, കാരണം ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ആയതുകൊണ്ട്. അന്നേരം ഇത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ കൺസിസ്റ്റന്റ്ലി കോട്ട് ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്, പിതാക്കന്മാര് കാത്തിരുന്ന ആ വാഗ്ദത്വം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി അത് നിവർത്തിക്കപ്പെടുകയും ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുള്ള പഴയ നിയമ സങ്കീർത്തനം അവിടെ നിവൃത്തിയായി എന്ന് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ പറ്റി അപ്പോസ്തലപ്രവൃത്തി 13:35 പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിലും എക്സാക്ട്ലി ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ പറ്റി എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ ഇതേ കാര്യം തന്നെ എബ്രായ ലേഖന കർത്താവ് പറയാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും എക്സാക്ട്ലി ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ എന്റെ പിതാവ് എന്റെ പുത്രനായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് താഴോട്ട് വരുമ്പോൾ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനെ പറ്റിയാണ് അവിടെയും പറയുന്നത്. എന്നിട്ട് ഇവിടെയെല്ലാം ആ ജനനം എന്നുള്ളത് മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ യേശുക്രിസ്തുവിനെ പറ്റി തന്നെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, മരണത്തിൽ നിന്ന് ആദ്യമായിട്ട് ജനിച്ചവൻ എന്നവനെ പറ്റി പറയുന്നുണ്ട്, മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ജനിച്ചവൻ. അന്നേരം മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഒരു ജനനം എന്നുള്ള അർത്ഥത്തിലാണ്. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ ഫുൾഫിൽമെന്റ്. അതാണ് നമുക്ക് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പുതിയ നിയമത്തിന്റെ റെഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പറ്റിയാണെന്ന് ഈ വാക്യം കോട്ട് ചെയ്തിട്ട് അപ്പോസ്തലന്മാരാരും കോട്ട് ചെയ്തിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസും എബ്രായ ലേഖന കർത്താവും കോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അന്നേരം മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് ഒരു ജനനമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഫ്രം ക്രൈസ്റ്റ് ദ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്, മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ജനിച്ചവൻ എന്നിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയാണ് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആദ്യമായിട്ട് മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഒരു ജനനം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 2-ാം അധ്യായത്തിലെ സങ്കീർത്തനത്തില് ഞാൻ എന്റെ രാജാവിനെ വാഴ്ചിരിക്കുന്നു, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പം ആ ദേവദാസൻ പറഞ്ഞത് ഇത് രണ്ടാം വരവിന് രാജാവായിട്ട് കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ പഴയ നിയമത്തിലെ ഈ കൊട്ടേഷൻസ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു തിയോളജിക്കൽ ലൈൻ ഓഫ് ടീച്ചിങ്. അങ്ങനെ നമുക്ക് വിശദീകരിക്കാകത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ പഴയ നിയമത്തിലെ പല വാക്യങ്ങളും പുതിയ നിയമത്തിലേക്ക് വരുമ്പം അപ്പോസ്തലന്മാരാണ് അത് വിശദീകരിക്കുന്നത്. ആ വാക്യത്തിന്റെ അർത്ഥം അതാണ് എടുക്കേണ്ടത്. ഡയറക്ട്ലി നമുക്ക് ഇവിടെ നിന്നുള്ള നമ്മൾ വ്യാഖ്യാനിക്കല്ലേ.